അപ്പോൾ ഇനി അടുത്തതിലേക്ക് പോകുന്നതിന് മുന്നേ ഈ വീഡിയോ ഒന്ന് കണ്ടേക്കാം. അതായത് ഡോക്ടറൊക്കെ ആകേണ്ട ആളുകൾ മരിച്ചു പോയതിലുള്ള വിഷമം. അതായത് ഈ തീവ്രവാദികൾ മരിച്ചുപോയി, മീൻസ് ഇവരെ അറസ്റ്റ് ചെയ്തു. പിന്നെ ഒരാളിപ്പോൾ ഹൂറികളുടെ അടുത്തെത്തി അവിടെ ഹൂറികളോടൊപ്പം തത്തിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ വിഷമം. ഓക്കെ, പിന്നെ അത് കണ്ടിട്ട് നമ്മളുടെ ഒരു സിനിമാ നടി നിന്ന് നിലവിളിക്കുകയാണ്, പേരുകൾ വായിച്ച് നിലവിളിക്കുകയാണ്. അതൊന്നും നമുക്ക് കേട്ട് കളയാം. ഇവിടെ വായിക്കപ്പെടുന്ന പേരുകൾ നാളെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും കലാകാരന്മാരും അധ്യാപകരൊക്കെ ആയി മാറേണ്ട മനുഷ്യരാശിക്ക് മുഴുവൻ ഗുണം ചെയ്യേണ്ട ആൾക്കാരുടെ പേരുകൾ. അല മുഹമ്മദ് ബഹ്ജത്ത് അൽ. ഞാൻ കരയുന്നുണ്ട്, കണ്ണട വെച്ചോണ്ട് കാണാത്ത കേട്ടോ. ഞാൻ എന്റെ കണ്ണൊക്കെ കലങ്ങിയിട്ടുണ്ട്. എനിക്ക് മ്യൂസിക് ഇട്ടാലേ കരച്ചിൽ വരുള്ളൂ. ശരി, യെസ്, ഇപ്പോൾ ഒരു ചെറിയൊരു ആശ്വാസം. അപ്പോൾ ഞാൻ ഇപ്പോൾ കേട്ടല്ലോ, നിങ്ങൾ ഡോക്ടർ ആവേണ്ട ആളുകളായിരുന്നു, എഞ്ചിനീയർ ആവേണ്ട ആളുകളായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അവർ ഡോക്ടറായി എഞ്ചിനീയറായി, എന്നിട്ട് പിന്നെ പോയി ഇതുപോലെയുള്ള തീവ്രവാദപ്പനിയായിട്ട് പൊട്ടിത്തെറിച്ചു. ഇതാണ് നടക്കുന്നത്. അപ്പോൾ കരച്ചിൽ അവിടെ അർത്ഥവത്തായി. ഇതാരാണ്? ലാലി അല്ലേ? ലാലിക്ക് ഒരു നമോവാകം. ലാലിതക്ക് സംവിധായകരാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ലാലിത നല്ലൊരു നടിയാണ്. ഗൽഗതൊക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ, സ്പോട്ടിലാ വരുന്നത്. എന്താണ് ആ വോയിസ് മോഡുലേഷൻ? അവർക്കൊരു അവസരം കൊടുത്ത് നിങ്ങൾ സഹായിക്കുക. അവരതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഇതിലേക്ക് പോയി പ്രസംഗിക്കുക. ഒന്ന് സഹായിക്കുക. അതെ, എന്നാ പിന്നെ അഭിനയിക്കൊന്നും വേണ്ടല്ലോ, നേരിട്ടാണ്ട് അവാർഡ് സ്ട്രേറ്റ് ആയിട്ട് കൊടുക്കാം. അതല്ലേ അല്ലേ അവസരം. ഇനി മറ്റൊരു ഇതേപോലെ ഈ സാധനമൊക്കെ കണ്ട് നമ്മളിടുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ പൊതുവെ നാട്ടുകാർ ചർച്ച ചെയ്യുന്ന വിഷയം വന്നപ്പോൾ, ഈ വൈറ്റ് കോളർ ടെറർ എന്ന് പറയുന്ന സാധനം വന്നപ്പോൾ അതിൽ വിഷമിച്ച മറ്റൊരു ഡോക്ടർ വിഷ്ണു വാസുദേവൻ. ഇദ്ദേഹം ഒരു മോട്ടിവേഷണൽ സ്പീക്കറെന്നോ അല്ലെങ്കിൽ ഈ മെഡിക്കൽ സയൻസ് അതിലെ മിത്തുകളിലൊക്കെ പലതും അഡ്രസ്സ് ചെയ്യുന്ന ഒരു മെഡിക്കൽ സയൻസിൽ നോളജുള്ള ആളൊക്കെ തന്നെയാണ്. പക്ഷേ ഈ വിഷയം വന്നപ്പോൾ പുള്ളി അവിടെ വീണ്ടും ഒരു സ്നോഫ്ലേക്കായി ഒരു വോക്ക് നിലപാടുകാരനായിട്ട് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇദ്ദേഹം ഈ സർക്കംസിഷൻ്റെ കാര്യത്തിലും അതിനെ വെളുപ്പിക്കുന്ന ഒരാളായിരുന്നു എന്ന് എനിക്ക് ഓർക്കാൻ കഴിയുന്നു. കാരണം അതിനെന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ടീമാണ്. ഓക്കെ, പോട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുകയാണ്, ഇദ്ദേഹം എഴുതിയത് താടിയും തൊപ്പിയും കണ്ടാൽ പേടിയാവുന്നു എന്ന് പറയുന്ന യുക്തിവാദികളുടെ നമുക്കാട്ടോ ഉപദേശം. തീവ്രവാദികൾ ഡോക്ടർമാരാണ്, അതുകൊണ്ട് ഡോക്ടർമാരെല്ലാം തീവ്രവാദികളാകുമോ എന്നാണ് ചോദിച്ചിരുന്നത് ഡോക്ടർ വിഷ്ണുവാദവൻ. ഇനി ഈ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് നോക്കൂ. തീവ്രവാദികൾ ഡോക്ടർമാരാണ്, അതുകൊണ്ട് ഡോക്ടർമാർ എല്ലാം തീവ്രവാദികളാകുമോ? എന്താ ഇപ്പോൾ ഇതിൻ്റെ കഥ? ഈ സ്റ്റേറ്റ്മെന്റ് എന്താ? ഈ സ്റ്റേറ്റ്മെന്റ് ആരവിടെ വെച്ചത്? ഇതൊരു ഹൈപ്പർബോളി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? യെസ്, വിഷ്ണുവിനോട് എനിക്ക് ചോദിക്കാനുള്ളതാണ്, ഈ സ്റ്റേറ്റ്മെന്റ് ആരവിടെ വെച്ചത്? തീവ്രവാദികൾ എല്ലാം ഡോക്ടർമാരായതുകൊണ്ട് എല്ലാ ഡോക്ടർമാരും തീവ്രവാദികളാവും എന്നിവിടെ ആരും പറഞ്ഞിട്ടില്ല. അതായത് തീവ്രവാദികളായി പിടിക്കപ്പെട്ട ഡോക്ടർമാരെല്ലാം മുസ്ലിങ്ങളായതുകൊണ്ട് മുസ്ലിങ്ങളായിട്ടുള്ള ഡോക്ടർമാർ അവരിൽ തീവ്രവാദികൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമ്മളിവിടെ പറഞ്ഞു വെച്ചത്. സാധ്യത, പൊട്ടൻഷ്യൽ എന്നാണ് പറഞ്ഞത്. മുസ്ലിം ഡോക്ടർമാരെടുത്ത് പോകരുത്, അവരെല്ലാരും പറഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, പക്ഷെ ഈ തീവ്രവാദികളാകുന്ന ആളുകൾ ഇങ്ങനെ ഡോക്ടർമാരെ പിടിച്ച് തീവ്രവാദിയാക്കാൻ വേണ്ടിയിട്ട് നിന്ന് കഴിയുമ്പോൾ ആളുകൾ മുസ്ലിം ആയിട്ടുള്ള ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകുന്നത് കുറയും, അല്ലെങ്കിൽ അവരെല്ലാവരെയും തീവ്രവാദിയായിട്ട് കാണാനുള്ള സാധ്യത കൂടും. അത് ഒരു ഫ്രീക്വൻസി ബയസായിട്ട് മാറും. അതാണ് ഇവിടെ സംഭവിക്കുക. അപ്പോൾ അത് വഴിവെക്കുന്നത് ആരാണ്? നമ്മളല്ല, യുക്തിവാദികളല്ല, അത് ഈ പറയുന്ന തീവ്രവാദികളാണ്. അത് അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിനെക്കുറിച്ച് പറയാനുള്ളതിന് പകരം ഈ പറയുന്ന വിഷ്ണുവിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു സ്റ്റേറ്റ്മെൻ്റൊക്കെ ഇട്ട് വെറുതെ എഴുന്നള്ളിക്കുന്നതിന് മുന്നേ നിങ്ങളൊരു ചോദ്യം ചോദിക്കേണ്ടത്, ഇങ്ങനെ തീവ്രവാദികളാകാൻ വേണ്ടി നടക്കുന്ന ആളുകൾ, ഇങ്ങനെ ഡോക്ടർ പണിയൊക്കെ നിങ്ങൾക്ക് നല്ലൊരു തൊഴിലില്ലേ, അതെടുത്ത് ജീവിക്കല്ലേ വേണ്ടത്? അതിൻ്റെ ഇടയിൽ നിങ്ങളിങ്ങനെ തീവ്രവാദത്തിലേക്കൊക്കെ തിരിഞ്ഞാൽ മാനവ മര്യാദയായിട്ട് ജോലിയെടുത്ത് ഡോക്ടർ തൊഴിലൊക്കെ എടുത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണ മുസ്ലിമിൻ്റെ അവസ്ഥ നിങ്ങൾ പരിങ്ങലിലാക്കുകയല്ലേ എൻ്റെ പൊന്ന് മുസ്ലിം തീവ്രവാദികളെ എന്ന് ചോദിക്കേണ്ട ഒരു സ്ഥാനത്ത് നിങ്ങൾ ഇത് ചോദിച്ചു വെക്കുമ്പോൾ സത്യത്തിൽ ഇവിടെ ഇപ്പം എന്താ ഉണ്ടായത്? ഈ സാധനം, ഈ ചോദ്യം നിങ്ങളോ ചോദിക്കുന്നില്ല, എന്നാൽ ചോദിച്ചാൽ നമ്മളെ പിടിച്ചിട്ട് നിങ്ങൾ എന്താക്കി, എന്തോ വെറുപ്പ് ഉൽപ്പാദകരാണ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ പരോക്ഷമായിട്ട് തീവ്രവാദികൾക്ക് ആ കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന ആളായിട്ട് മാറുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതാണ് വിഷ്ണുവിന് അറിയാൻ പറ്റാതെ പോയത്. ഒന്നത്. രണ്ട്, നിങ്ങൾക്ക് ഇതിൻ്റെ പാറ്റേണോ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഉള്ളതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. ഈ 10ാം ക്ലാസ്സിലും 12ിലൊക്കെ പഠിക്കുന്ന കുട്ടികളായിട്ടുള്ള ആളുകളെ ഡീറാഡിക്കലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഇതെങ്ങനെയാണ് ഇവിടെ വരുന്നത് നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ എൻ്റെ പൊന്നു വിഷ്ണു? ഇല്ല.
അപ്പോൾ നിങ്ങൾ ഈ എന്താണ് ഇസ്ലാമിക് ടെറർ എന്ന് നിങ്ങൾക്കറിയില്ല, ജിഹാദ് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല, അതിൻ്റെ മോഡസ് ഓപ്പറാൻഡെ എന്താണെന്ന് ഇന്ന് നിങ്ങൾക്കറിയില്ല, ഐസിസ് എന്താണ് പുതിയ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കറിയില്ല, എങ്ങനെയാണ് ഇതിൻ്റെ ഗ്ലോബൽ സെറ്റിംഗ് എന്ന് നിങ്ങൾക്കറിയില്ല, ഈ പറയുന്ന ആഗോളതലത്തിൽ തന്നെ എന്താണ് ഇവരുടെ ലക്ഷ്യം എന്നുള്ളത് നിങ്ങൾക്കറിയില്ല, ഗസ്വായ ഹിന്ദ് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല, എന്തുകൊണ്ട് ഇമ്പീരിയലിസം ഇല്ലാതെയും ഇത്രമാത്രം വിദ്യാഭ്യാസം നേടിയതിന് ശേഷം അവർ തീവ്രവാദത്തിലേക്ക് തിരിയുന്നതിൻ്റെ ചേതോവികാരം എന്താണ് എന്നും നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് ആവുകൂടി അറിയാവുന്ന സാധനം യുക്തിവാദികൾക്ക് കുറച്ച് എന്താണ് മാനവികത കുറവാണ് എന്നുള്ളത് അളക്കാനുള്ള എന്തോ യന്ത്രം നിങ്ങളുടെ കയ്യിലുണ്ട്, അത് മാത്രമേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയുള്ളൂ, വേറെ ഒരു മണ്ണാങ്കട്ടി നിങ്ങൾക്ക് അറിയില്ല. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പം നിങ്ങളിത് ഒന്നുകിൽ നിങ്ങളിത് വൃത്തിക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ചെയ്യുന്ന ആളുകളെ ചെയ്യാൻ വിടുക. ഇത് നിങ്ങൾ ചെയ്യുകയല്ല, ചെയ്യുന്ന ആളുകളെ ചെയ്യാൻ അനുവദിക്കുകയില്ല. ഒരുമാതിരി ഈ പുൽത്തൊട്ടിയിലെ ചാവാലി പട്ടികളായിട്ട് മാറാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളെപ്പോലുള്ള വോക്കുകളോട് പറയാനുള്ള, വോക്കുകളോടുള്ള ഏറ്റവും വലിയ പരാതി അതാണ്. നിങ്ങൾ ഈ പുൽത്തൊട്ടിയിലെ ചാവാലി പട്ടികളായിട്ട് മാറുന്നു, നിങ്ങൾ തിന്നുകയില്ല തീറ്റിക്കുകയില്ല എന്ന് പറയുന്ന നിലയിലേക്ക് നിങ്ങൾ മാറുന്നു, നിങ്ങൾ ജിഹാദികൾക്ക് കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന ആളുകളായിട്ട് മാറുന്നു. ഇവിടെ വിഷ്ണുവും ആയിരിക്കുന്നത് അത് തന്നെയാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് നിർത്തണമെന്നൊന്നും ഞാൻ പറയില്ല, നമ്മളെ വഴിക്ക് നമ്മൾ പോവുകയും ചെയ്യും. പക്ഷേ ഇത് ബാക്കിയുള്ള ആളുകൾക്ക് ഇതൊരു ഒന്ന് അറിയിച്ചു കൊടുക്കുകയാണ്, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നൊന്ന് അറിയിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ പണിയെടുത്തോ, നമ്മളെ പണിയെടുക്കും, അതിലൊരു സംശയമില്ല. പക്ഷേ ഇതാണ് ഇവിടെ നടക്കുന്നത്, അതിൻ്റെ ക്ലാരിറ്റി ഇവിടെ ഒന്ന് കൊടുക്കണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ അത് പറയുന്നത്. യെസ്, ഇതിലെന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ പിങ്ക്? ഇല്ല. അപ്പം ഇനി അടുത്തതിലേക്ക് പോകാം. അടുത്തത് നമ്മളുടെ ശ്രീജ നെയ്യാറ്റിൻകര. ഓക്കെ, ശ്രീജയുടെ അടുത്ത് ആരോ വന്ന് ചോദിച്ചു, എന്തുകൊണ്ട് ഈ പറയുന്ന എന്താണ് സമസ്തയും മുസ്ലിം ലീഗും വെൽഫെയർ പാർട്ടിയും SDP-യും ഈ MES-ഉം ജമാഅത്ത് ഇസ്ലാമി PDP-യും LDF-ഉം UDF-ഉം എന്തുകൊണ്ട് ഇതിനോട് പ്രതികരിക്കുന്നില്ല, എന്തുകൊണ്ട് പ്രതികരിച്ചില്ല, എന്തുകൊണ്ട് തള്ളി പറഞ്ഞില്ല എന്ന് ഏതോ ഒരു അപ്പാവി പോയി ചോദിച്ചു. അതിന് കൊടുത്ത മറുപടിയാണ് കേട്ടോ. പിന്നെ ഇവരുടെ കുറിച്ച് പറയണമെങ്കിൽ അല്ല, ഞാൻ എന്തായാലും വായിക്കും. കാരണം ഇതുപോലെ പണ്ട് ഈ സുനിതയുടെ പോസ്റ്റിന്റെ താഴെ വന്ന തെറി ഞാൻ വായിച്ചതിനാണ് ഞാൻ സുനിതയെ തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ നടക്കും. അതുകൊണ്ട് ഞാനിത് വായിക്കും. എനിക്കത് വലിയ ഇഷ്ടമായി. കാരണം വലിയ പ്രചാരം കിട്ടിയൊരു കാര്യം. ഞാൻ വലിയ ഫേമസ് ആയ സംഭവമാണ്, ഞാൻ വലിയ യുക്തിവാദി, ഭയങ്കര തെറി വിളിക്കുന്നവനാണെന്നൊക്കെ അന്ന് നാട്ടുകാർ പറഞ്ഞു. എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടു. അത് ഒന്നുകൂടി എനിക്കത് വേണം, പുതിയൊരാളെ കൂടി. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ശ്രീജ, ഞാൻ എന്താണ് ഇൻ ബെഡ് വിത്ത് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ആ മലയാളം ഞാൻ ഉപയോഗിച്ചു. ഒന്നത്. രണ്ട്, ഇവർ നമ്മളെ പറയുന്ന കാര്യമല്ലേ, നിങ്ങൾ സംഘികൾക്ക് കൂട്ടിക്കൊടുപ്പ് നടത്തുന്നു, നിങ്ങൾ സംഘികളോടൊപ്പം കിടക്ക പങ്കിടുന്നു നമ്മളോട് പറയുന്ന ആളുകൾ. ഓഫ്, അത് നമ്മൾ തിരിച്ചവരോട് പറഞ്ഞപ്പോൾ അവർക്ക് ആകെ വേദനയും. ഇതാണ് ഉണ്ടായത്. പോട്ടെ, അതൊക്കെ നമ്മൾ സഹിക്കുന്നു. പക്ഷേ ഇങ്ങനെ ഉപദേശിച്ച് നടക്കുന്ന ആളുകൾ ഇവിടെ കൊടുക്കുന്ന ഭാഷ, അതാണ് ഇതിലെ ഹൈലൈറ്റ്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചേക്കാം. ശ്രീജ നെയ്യാറ്റിൻകര ഈ പറയുന്ന ദേവൻ പരസൂർ ദേവ് എന്ന ഒരു അപ്പാവിക്ക് കൊടുക്കുന്ന ഏതോ ഒരു സംഖ്യയാണ്, പുള്ളിക്ക് കൊടുക്കുന്ന ഒരു മറുപടിയാണ്. നിനക്ക് പോയി ചത്തൂടെ ഒരു സാധനമുണ്ട്, ആ സാധനമുണ്ട്, അതല്ല ബീപ്പ് അതുണ്ട്. മാറിപ്പോയത്, സാധനം മാറിപ്പോയത്, തപ്പിയെടുക്കണേ. അപ്പൊ ശരി, ശരി, ഇത് തരണേ, ഇത് അമർത്തിൻ്റെ വായിക്കൽ, പതുക്കെ വായിക്കുക, അതായിരിക്കും നല്ലത്. ഇനി അതിൻ്റെ ഇടയിൽ എങ്ങനെ സ്ലിപ്പായപ്പോ പ്രശ്നമുള്ളൂ. അപ്പോ ശ്രീജ, അത് തെറിയല്ലോ അല്ലേ, സോറി. അപ്പം നെയ്യാറ്റിൻകര ശ്രീജ പറയുകയാണ്. ഓക്കെ, എല്ലാവരും കേൾക്കുക. നെയ്യാറ്റിൻകര ശ്രീജ, ഓക്കെ. നിനക്ക് പോയി ചത്തൂടെ, കേട്ടില്ലല്ലോ, ഓക്കെ അല്ലേ? യെസ്, കറക്റ്റ്. നിന്റെ നേതാക്കൾ സൗകര്യമൊടുക്കി കൊടുത്ത് മനുഷ്യക്കുരുതി നടത്തിയതിന് എന്തിനാടാ സമസ്തയും മുസ്ലിം ലീഗും വെൽഫെയർ പാർട്ടിയും SDP-യും MES-ഉം ജമാഅത്തെ ഇസ്ലാമി PDP-യും LDF, PDP ഉണ്ടോ, LDF-ഉം UDF-ഉം നീ പറയും പോലെ ഉണ്ടോ? അത് നെയ്യാറ്റിൻകര ശ്രീജയ്ക്ക് അറിയാത്ത സാധനമൊന്നും ഉണ്ടാവില്ല. കാരണം നെയ്യാറ്റിൻകര ശ്രീജയാണല്ലോ ഈ ജിഹാദി കൂട്ടിക്കൊടുപ്പ് മേഖലയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ആള്. അപ്പോൾ അതുകൊണ്ട് നെയ്യാറ്റിൻകര ശ്രീജയ്ക്ക് അതൊക്കെ നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ നെയ്യാറ്റിൻകര ശ്രീജ അറിയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ പോസ്റ്റ് ഇട്ടപ്പോൾ ഒരു കാര്യമാണ് എഴുതിയത്. എന്താണ് മാണിക്യ മലരായ, അത് മലരായ എന്നുള്ളത് ഇൻവെർട്ടഡ് കോമന്റ്, മാണിക്യ ശ്രീജേ. അപ്പൊ അതാണ് നമുക്ക് പറയുന്നത്. മഹദിയാം ശ്രീജ ബീവി, അതാണ്. അപ്പോൾ ശ്രീജ ബീവി, സോറി, നെയ്യാറ്റിൻകര ശ്രീജ ആണ് നമുക്ക് ഈ ഉപദേശമായിട്ട് വന്നിരിക്കുന്നത്. അതിനുള്ള ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ബാസിലാണ് നമുക്ക് ഉത്തരം തന്നത്. നെയ്യാറ്റിൻകര എന്ന പുണ്യം ഭൂവിൽ അങ്ങനെയൊക്കെ വലുതാക്കി.
അത് നമുക്ക് കാണികൾക്ക് കൊടുക്കാം. അതെ, ഈ പാട്ടിന് നെയ്യാറ്റിൻകര ശ്രീജയെ വെച്ചുകൊണ്ട് നിങ്ങൾ നല്ല പാരഡികൾ എഴുതുക, അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. നല്ല അസൽ പാരഡി നമ്മൾ പാടി ആലപിച്ച് നമ്മൾ തരുന്നതായിരിക്കും. സോ അത് നിങ്ങൾക്ക് വിട്ടു തരുന്നു നല്ല പാരഡികൾ. പണ്ടൊരാളുണ്ടായിരുന്നു, എന്തായിരുന്നു, ഒരു ഇബിലീസ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, കമന്റിലൊക്കെ എപ്പോഴും വന്നിരുന്ന പുള്ളി. അസല എവിടെ നമ്മൾ വീഡിയോ ഇട്ടല്ലോ എല്ലാത്തിൻ്റെ താഴെ ഇബിലീസ് മലയാളത്തിൽ ഇബിലീസ്. അപ്പോൾ അത് ഞാൻ ഇബിലൂസിനെ എപ്പോഴും കാണാറുണ്ട്. ഇബിലീസ് അവിടെ വരും, എല്ലാത്തിനെയും പാരഡി പാട്ട് ഈ ഇസ്ലാമിൽ ഓരോ സാധനം വെച്ചിട്ട്. ഇപ്പോൾ ആളെ ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നു, മിസ്റ്റർ ഇബിലീസ് ഞാൻ മിസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ നെയ്യാറ്റിൻകര ഷീജയുടെ പ്രകടനം. അപ്പോൾ ഇനി അടുത്തത് അതിലേക്ക് കിടക്കാം അല്ലേ. അത് മറ്റൊരു ചങ്ങാതിയാണ്, അബ്ദുൾ റഹീം പുതിയ പുരയിൽ. ഇത് ഞാൻ ഫേസ്ബുക്കിൽ സുഹൃത്തുക്കളാണ് ഇദ്ദേഹമായിട്ട്. പിന്നെ ഇദ്ദേഹം ഒരിടയ്ക്ക് എക്സ് മുസ്ലിം ആയിരുന്നാണ് എൻ്റെ അറിവ്. പിന്നെ ഇദ്ദേഹമായിട്ട് ചില സമയത്ത് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇദ്ദേഹമായിട്ട് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറയും. അങ്ങനെ 1-2 സംഭാഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ കാണുന്നത് എന്താണ്, ഈ വിഷയം ഉണ്ടായപ്പോൾ ഈ എക്സ് മുസ്ലിം ആണ് എന്ന് പറഞ്ഞു നടന്നിരുന്ന ആളിട്ടിരിക്കുന്ന പോസ്റ്റാണ് ഈ കാണുന്നത്. ഇവിടെ കാര്യങ്ങൾ എത്ര എളുപ്പമാണ്. ബോംബ് പൊട്ടിക്കുക, അക്രമം നടത്തുക, എന്നിട്ട് ചെയ്തത് മുസ്ലിം പേരുകൾ ഉള്ളവരാണെന്ന് പറയുക. ഒരു വെടിക്ക് 2 അല്ല, കുറേ പക്ഷികൾ. അധികാരത്തിൽ വരാനും അധികാരം നിലനിർത്താനും വേറെ ഒന്നും വേണ്ട. ഇതാണ് കണ്ടത്. ഇത് കണ്ട് എക്സ് മുസ്ലിം ആണ് എന്ന്. അപ്പോൾ പണ്ട് നമ്മളുടെ എക്സ് മുസ്ലിം മദ്രസ ഉസ്താദ് പറഞ്ഞ ആ സദർ ഉസ്താദ് പറഞ്ഞതന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എക്സ് മുസ്ലിം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക് ഈ എക്സ് മുസ്ലിം സംഘടനയിലേക്ക് അംഗത്വം എടുക്കാൻ വരുന്ന ആളെ എങ്ങനെ ട്രസ്റ്റ് ചെയ്യും എന്ന് ചോദിച്ചത് ആരാണ്? അത് ഇതേ ഉസ്താദാണ്, ഈ സദർ ഉസ്താദാണ്, എക്സ് മുസ്ലിം സദർ. അപ്പോൾ അതിവിടെ സത്യമാണ് കാണുന്നത്. കാരണം അബ്ദുൾ റഹീം അന്നൊരു എക്സ് മുസ്ലിം ആണ് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഒരു അംഗത്വം കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഇത് വായിക്കുമ്പോൾ എന്താണെന്ന് ഇതിന് മനസ്സിലാവുന്നത്? ഇദ്ദേഹം മതം വിട്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇദ്ദേഹം ഇപ്പോഴും ആ ഒരു ഉമ്മത്തിന് വേണ്ടി ബാറ്റ് ചെയ്യുന്ന ആ തീവ്രവാദികൾക്ക് പോലും വളം വെച്ച് കൊടുക്കുന്ന പണിയാണ് ഇവിടെ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇതാണ് ആ ചിത്രം, അതായത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നത്. അതായത് ഈ മോഡറേറ്റ് മുസ്ലിം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകൾ, അവർ സത്യത്തിൽ ഇവിടുത്തെ തീവ്രവാദികൾക്ക് ഈ പറയുന്ന എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ആളുകളായിട്ട് മാറുന്നു. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. സോ യു ആർ ജസ്റ്റ് കൂട്ടിക്കൊടുപ്പിങ് ഈ പറയുന്ന ജിഹാദ്. അതിനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ്. നിങ്ങളാണ് ഈ സാധനം പൊക്കി പിടിച്ച് അവർക്ക് പൊട്ടിക്കാൻ പാകത്തിന് വെച്ച് കൊടുക്കുന്ന ആളുകളായിട്ട് മാറുന്നത്. അവർക്ക് കൂടുതൽ പൊട്ടിക്കാനുള്ള, നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് അവരുണ്ടല്ലോ നമുക്ക് വേണ്ടിയിട്ട് പറയാൻ, ഇത് തീവ്രവാദമാണ് എന്ന് ഒരു 100 പേര് നിന്നിട്ട് തീവ്രവാദമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ അതിനകത്ത് ഒരു 50 പേര് നിന്നിട്ട് പറയാണ് ഇത് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ആ 100 പേരുടെ ശബ്ദം എന്തായി? അത് തീവ്രവാദികൾക്ക് വെറും 50 പേരുടെ ശബ്ദമായിട്ടല്ലേ കുറയുന്നത്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇത് മുസ്ലിങ്ങൾക്ക് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ള അവസരം ഈ വോക്ക് ഉണ്ടാക്കന്മാർ പോലും കൊടുക്കുന്നില്ല, നിഷേധിക്കുന്നു എന്നുള്ളതാണ്. ഇതുപോലെ ഡോക്ടർമാർ, വിഷ്ണുവിനെ പോലെയുള്ള വോക്ക് നാസികൾ പോലും പറഞ്ഞു വെക്കുന്നതാണ്. ഇതാണ് നമ്മൾ പറയുന്നത്. വേറൊരു കാര്യമുണ്ട്, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ വേറൊരു കാര്യമല്ലേ, അതായത് ഇവരെപ്പോഴും വിക്ടിംസ്, കണ്ടിന്യൂസ്ലി ഇവര് വെർപ്പച്ചലി വിക്ടിംസ് അല്ലെ. ഈ വിക്ടിംഹുഡിന് കൂടിയാണ് റാഡിക്കൽ ആവാനുള്ള ആ ഒരു പ്രചോദനം വരുന്നത്. എപ്പോഴും വിക്ടിമാണ് അല്ലെ, അതും റീഇൻഫോഴ്സ് ചെയ്യുന്ന ഒരു നിലപാട്. അതാണ് ആ വിക്ടിം മെന്റാലിറ്റിന്ന് പുറത്ത് കടന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് റിയാലിറ്റി ചെക്ക് നടത്താൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ പറയുന്നത്. ഇതിന് നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നില്ല, നിങ്ങൾക്ക് അത് നിഷേധിക്കുകയാണ് ഇവിടെയുള്ള ബാക്കിയുള്ള ആളുകൾ. അതാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ എക്സ് മുസ്ലിങ്ങൾ പോലും പെടുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനി അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മളുടെ സമൂഹത്തിലെ മുസ്ലിം പരിഷ്കർത്താക്കൾ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന ചില നമ്മളെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ ആളുകളുണ്ടെന്ന് പറയുമ്പോൾ അതിനകത്ത് എപ്പോഴും നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു പോസ്റ്റ് വായിച്ചിരുന്നു ഇദ്ദേഹത്തിന്, നല്ലൊരു പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, ആ ഒരു നമ്മളുടെ സിനിമ നടിക്കാൻ പാടില്ല ഫെമിനിച്ചി പാത്തുമ്മ. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഷുക്കൂർ വക്കീൽ, ഡോക്ടറല്ലല്ലോ, ഷുക്കൂർ വക്കീൽ തന്നെ വേറൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ഇതൊന്നും നമുക്ക് വായിച്ചു നോക്കാം. ദുനിയാവ് നരകമാക്കുന്നവർക്ക് ഏത് പടച്ചോനാണ് സ്വർഗം നൽകുക എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഈ ഒന്നാമത്തെ കാര്യം, ദുനിയാവ് നരകമാക്കുന്നത് എന്ന് ആർക്കാണ് തോന്നുന്നത്? ഈ ജിഹാദികൾക്ക് ഒരിക്കലും അത് അങ്ങനെ തോന്നില്ല. അതാണ് ഇതിലെ ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇദ്ദേഹത്തിന് കാര്യമില്ലല്ലോ, ദുനിയാവ് എന്ന് പറയുന്നത് ഇറലവൻറ്റ് ഒരു ജിഹാദിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവിടെ തന്നെ പ്രശ്നം. ഇനി മനുഷ്യരെ നരകത്തിലേക്ക് തള്ളിയിട്ടാൽ ആരെങ്കിലും സ്വർഗം ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ പിശാചിൻ്റെ ഏജന്റ് ആണെന്ന് എപ്പോഴും ആണ് നാം തിരിച്ചറിയുക. ചോദ്യം, ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ നമ്മുടെ ദേശത്തെ, ഈ ദേശത്തിലെ മനുഷ്യരെ, അവരുടെ ജീവിതത്തെ നരകത്തിലാഴ്ത്തിയ ഒരാൾക്കും ഒരു പടച്ചോനും സ്വർഗം നൽകില്ല. ഇനിയും സ്വർഗം പിശാചിന്റെ ഏജന്റ് ആണോ മുഹമ്മദ് നബി എന്ന് എനിക്ക് സംശയമുണ്ട്. അതെപ്പോഴും തോന്നാറുണ്ട്. പിശാജ് അങ്ങനെയല്ല കേട്ടോ. പിശാജ് ആ മറ്റേ ഇസ്മായിലിനെ അറക്കാൻ കൊണ്ടുപോകുമ്പോൾ അറക്കല്ല ഇബ്രാഹിമേ, അതെൻ്റെ മോനാണെന്ന് പറഞ്ഞ് പിശാജ് ഏതായാലും എനിക്ക് തോന്നുന്നു പിശാജാണ് ദൈവം എന്നാണ് എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ. ഈ പിശാജിനെയാണ് ഇവിടെ ഇങ്ങനെ ആക്കി മാറ്റിയത്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാലും
പിശാചിനെ നിങ്ങൾക്ക് ഇവിടെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം പിശാജ് ഇനിയിപ്പൊ സാത്താൻ വർഷിപ്പറും കൂടി ആവാം. ഇത് കൂടിയല്ലേ അതെ അതെ ബാക്കിയുണ്ടായിരുന്നു. അതിപ്പോൾ ഓൾറെഡി ആരൊക്കെ പറയാറുണ്ട് അങ്ങനെ. അല്ല, അറക്കരുത് എന്ന് പറഞ്ഞ ആളുടെ ഒപ്പം അതിനിപ്പോൾ ചെകുത്താനാണെങ്കിൽ ഞാൻ ചെകുത്താൻ്റെ കൂടെ കൂടുള്ളൂ. അറക്കരുത് എന്നൊരാൾ പറയുന്നുണ്ട്, മനുഷ്യനെ കൊല്ലരുത് എന്നൊരാൾ പറഞ്ഞാൽ അയാളോടൊപ്പേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അതാണ് മാനവികത. ഇനിയും സ്വർഗം ഓഫർ ചെയ്തു, മനുഷ്യരിൽ പൈശാചികതയും അപരവിദ്വേഷവും നിർമ്മിക്കുന്നവരെ നാം കാണാതിരുന്നുകൂടാ. മതമാകരുത് നമ്മുടെ ഫോക്കസ്, ദൈവമാകരുത് നമ്മുടെ ഫോക്കസ്, മനുഷ്യർ മാത്രമാകണം നമ്മുടെ ഫോക്കസ്. ആഹാ, ദില്ലിയിൽ നിരപരാധികളായ മനുഷ്യരെ കൊന്നവരെ നിങ്ങൾ എന്തു നേടി? ഏത് സ്വർഗത്തിലാണ് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുക? ജന്നാത്തുൽ ഫിർദൗസിൽ. അത്രയ്ക്ക് ക്രൂരനാണോ കരുണാമയനായ പടച്ചോൻ? ജീവൻ നൽകിയ ദൈവത്തിന് മാത്രമേ ജീവൻ കളയാനും അർഹതയുള്ളൂ, അവകാശമുള്ളൂ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചവരിലേക്ക് ചാവേറുകളാകാൻ ആവശ്യമായ ദൈവിക വചന വ്യാഖ്യാനം നൽകിയവർ ആരാണ്? സാക്കിർ നായിക്ക്, പിന്നെ ഫൗദ, അങ്ങനെ കുറേ ആളുകളുണ്ട്. അവർ നമുക്ക് ഇടയിലുമുണ്ട്, നമുക്ക് ചുറ്റും. നമ്മളും അതീവ ജാഗ്രത പുലർത്തണം. തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ അതെന്തിനാണ്? പൊട്ടൻഷ്യൽ ജിഹാദികളെ പേടിച്ചാണോ? അതെ, വൈറ്റ് കോളർ ജീവൻ. അതെ, അങ്ങനെ നമുക്കത് ആലോചിക്കാം. മുസ്ലിം വിരുദ്ധത പറയല്ലേ വക്കീലെ. മതം, വിശ്വാസം, ദൈവമൊക്കെ നാശത്തിനുള്ള വെറുപ്പിനുള്ള ഉപാധിയാക്കരുത്. ദൈവമേ, എന്തിനാണ് മനുഷ്യരിൽ നീ വെറുപ്പ് സൃഷ്ടിക്കുന്നത്? ഷുക്കൂർ വക്കീൽ. ഈ പോസ്റ്റിനോട് എനിക്കുള്ളൊരു ഫെയർ ആയിട്ടുള്ള നമ്മളുടെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളിവിടെ നിന്ന് ഇത് മതത്തിൻ്റെ കുഴപ്പമാണെന്ന് പച്ചയ്ക്ക് പറയുന്നു, കുറേ ആളുകൾ ഇത് മതത്തിന് ഒരു പങ്കുമില്ല എന്ന് പറയുന്നു. ഇതേപോലത്തെ ഉള്ള ആളുകൾ, ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ നടുക്ക് നിന്നുകൊണ്ട് ഇങ്ങനെയാണ് ഈ ദൈവം ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ, അതെച്ചാൽ ഈ പറയുന്ന ഇസ്ലാമിൽ പറയുന്ന സാധനങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതെന്തോ കുഴപ്പമുണ്ടെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. പച്ചയ്ക്ക് പറഞ്ഞാൽ ഇത് ഈ മതത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് ഒരു കോഗ്നിറ്റീവ് ഡിസണൻസ് ഉണ്ടാക്കുന്ന ഒരു സംഗതിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പോസ്റ്റിന് അങ്ങനെ ഒരു റെലവൻസ് ഉണ്ട്. പക്ഷേ അപ്പോഴും ഈ വിഷയത്തിൽ, കാരണം ഇതിൽ പറയുന്ന പല കാര്യങ്ങൾ, അതായത് ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ നമ്മുടെ ദേശത്തെ, അപ്പോൾ ഈ ഭൂമി ഇഹലോകത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയാണ്. ഇസ്ലാമിൽ എവിടെയാണ് ഇഹലോകം? എല്ലാം മരിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ. അതായിരിക്കണം നമ്മുടെ ഫോക്കസ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ എന്താണ് പെണ്ണ്, സമ്പത്ത്, ഇഞ്ചാതി സാധനങ്ങളൊക്കെ, കുതിര, ഇതൊക്കെ നിങ്ങളുടെ ഈ ഇവിടെയുള്ള നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളാണെന്നൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിക്കും. അത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. ഓക്കെ, അലങ്കാര വസ്തുക്കളായിട്ടുള്ള സാധനങ്ങൾ, അത് നിങ്ങൾക്കുള്ള പരീക്ഷണമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലൊന്നും നിങ്ങൾ അഭിരമിക്കാൻ പാടില്ല. നിങ്ങളെപ്പോഴും പരലോകത്തെക്കുറിച്ച് വേണം ചിന്തിക്കേണ്ടത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവിടെ വന്നിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇത് പറയുമ്പോഴുള്ള കുഴപ്പം, ഗുണം എന്താണ്? ഇത് ഇസ്ലാം പഠിച്ച് ഒരു പൊട്ടാൻ വേണ്ടി പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കോഗ്നിറ്റീവ് ഡിസണൻസ് കുറച്ചുകൂടി എളുപ്പമാക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഇത് വഴിവെക്കും അങ്ങനെ നോക്കുമ്പോൾ. പക്ഷെ അപ്പോഴും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇത് കറങ്ങി തിരിഞ്ഞൊരു ന്യായീകരണമായിട്ടാണ് മാറുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു ചെറിയൊരു നെഗറ്റീവ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇങ്ങനൊരു പ്ലസ് പോയിന്റ് ഇതിനുണ്ട് എന്നുള്ളത് ഇതിൽ കാണാം. പക്ഷേ ഇതിനേക്കാൾ നല്ലത് ഞാൻ എന്താ എപ്പോഴും പറയാം, അത് നേരത്തെ നമ്മളുടെ തുടക്കത്തിൽ കാണിച്ച മുസ്ലിമായിട്ടുള്ള പയ്യൻ പറഞ്ഞ പോലെ പച്ചയ്ക്ക് പറയാന്നുള്ളതാണ്. എന്തിനാണ് ഇതിനകത്ത് ഈ ഇസ്ലാമിക തീവ്രവാദം? അതുണ്ട്, അതിന് ഇന്ന പോലെ മതത്തിൽ അതിനൊരു ബേസിസ് ഉണ്ട്. ഇത് പറയുന്നത് നമ്മൾ തള്ളിക്കളയണം മുസ്ലിങ്ങളെ, നമുക്കിത് യോജിച്ചതല്ല, ഇന്ത്യയിൽ അത് പാടില്ല എന്നല്ലേ നമ്മൾ കൃത്യമായിട്ട് പറയേണ്ടത്. അതിന് പകരം ഇതിൽ ഇങ്ങനെ ഈ ഒരു രീതിയിലൊരു പുകമറ സൃഷ്ടിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? ഇത് പരോക്ഷമായിട്ട് മതത്തിനെ രക്ഷിക്കാനും കൂടുതൽ വെളുപ്പിക്കാനുള്ളൊരു പ്രവണതയായിട്ടാണ് ഇത് കറങ്ങി തിരിഞ്ഞ് മാറുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. അപ്പോൾ അതാണ് നമുക്ക് അതിൽ പറയാനുള്ളത്. യെസ്, പിങ്ക് പറഞ്ഞോളൂ. അപ്പം ഇത് ഡിഫറെന്റ് ലെവൽസ്. നമ്മൾ പറയുന്നത് ഏറ്റവും എക്സ്ട്രീം ആയിട്ട്, നമ്മൾ എക്സ്ട്രീം എന്ന് ഇൻ എ നൈസ് വേ ഞാൻ പറയാണ്, നമ്മൾ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് പറയുന്നു. നേരത്തെ പറഞ്ഞ ഇപ്പൊ ഇദ്ദേഹം നടുവിൽ നിന്നിട്ട് ഓക്കെ ഒരു മെന്റൽ ജിംനാസ്റ്റിക്സ് നടത്തിക്കൊണ്ട് പറയുന്നു. പക്ഷെ എങ്കിലും അദ്ദേഹം തള്ളി പറഞ്ഞിട്ട് തന്നെ ഉണ്ട്, അവർ നമ്മളിൽപ്പെട്ടവരല്ല, എന്റെ ഇസ്ലാം ഇങ്ങനെയല്ല എന്നൊരു രീതിയിൽ. പക്ഷെ മൂന്നാമത്തെ ഇങ്ങനത്തെ ഇസ്ലാം എനിക്ക് വേണ്ട അതും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ ഇസ്ലാം എനിക്ക് വേണ്ട. പക്ഷെ ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ശരിക്കും ആൾക്കാർ ചെയ്യേണ്ടത് ഇതിനനുസരിച്ചുള്ള വേർഡ്സ് ശരിക്കും ഉണ്ടോ, ഇതിനനുസരിച്ചുള്ള എല്ലാ ആയത്തുകളും കിട്ടും. നിങ്ങൾ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട് ശരിക്കും. അത് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഏറ്റവും നല്ലത് ആരിഫ് നേരത്തെ പറഞ്ഞ പോലെ തുടക്കത്തിൽ പറഞ്ഞ ആ ചെറുപ്പക്കാരൻ പച്ചയ്ക്ക് തള്ളി പറഞ്ഞു. അത് ആ മുസ്ലിം ഐഡന്റിറ്റി തന്നെ നിന്ന് പറയുമ്പോൾ അതിനുണ്ടാവുന്ന ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ചെറുതല്ല. അതാണ് ഞാൻ പറയുന്നത്. അതാണ് മുസ്ലിങ്ങൾക്ക് നമ്മൾ പറയുമ്പോ അതിന് ഇമ്പാക്ട് കുറയും. കാരണം നമ്മൾ വേറെ എന്തൊക്കെയോ കാരണം കൊണ്ട് ഇത് വിട്ട് അങ്ങനെ നമ്മൾ ഇത് ജസ്റ്റ് നമ്മളെ സൈഡിൽ ഇതാണ് ക്യാൻസൽ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ അദ്ദേഹത്തെ പോലുള്ളവരെ ആ കുട്ടിയെ പോലുള്ളവരെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതന്നെയാണ് വേണ്ടത്. അപ്പൊ ഡിനയൽ നിങ്ങൾ ഒഴിവാക്കുക കഴിയുന്നതും. എനിക്ക് പറയാനുള്ള ഷുക്കൂർ വക്കീലിനെ പോലൊക്കെ ഉള്ള ഒരു പവർഫുൾ പൊസിഷനിലുള്ള ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ആള് ഇനിയും അത് ഡിനൈ ചെയ്യുന്നത് കുറച്ച് മോശമാണെന്നേ ഞാൻ പറയുള്ളൂ.
ഓക്കെ, അത് ഷുക്കൂർ വക്കീൽ ആ ഒരു സ്പിരിറ്റിൽ എടുക്കുമെന്ന് വിചാരിക്കുന്നു. പറയേണ്ടത് നമ്മൾ പച്ചയ്ക്ക് അത്തരം കാര്യങ്ങൾ. ഇനി ഒന്നുമില്ല, ഞാൻ എപ്പോഴും ആലോചിക്കുന്നു, ഇപ്പോൾ എനിക്ക് വലിയൊരു നഷ്ടബോധം തോന്നുന്നൊരു കാര്യമാണ് ഈ എക്സ് മുസ്ലിം ആയതിൽ ഞാൻ പലപ്പോഴും ആ ഒരു ഐഡൻറ്റിറ്റി പരസ്യപ്പെടുത്തി അത് ഇതേപോലെ വലിയൊരു ഇങ്ങനെ ഒരു പ്രചാരം ലഭിച്ചതിൽ എനിക്ക് ഒരു വലിയൊരു പ്രശ്നം തോന്നുന്നു ഇപ്പോഴാണ്. കാരണം നമ്മൾ ആ ഒരു മുസ്ലിം ഐഡൻറ്റിറ്റി നിന്നിട്ട് ഇത് പറയാൻ സാധിച്ചിരുന്നെങ്കിൽ ഇത് കുറേം കൂടിയൊക്കെ ശക്തമായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പരിപാടി ഉണ്ട്, ഒരു ബുക്ക് റിവ്യൂ, ആ ഒരു വിഷയത്തിൽ ആ ഒരു പുസ്തകോത്സവത്തിന് നമ്മൾ പോയല്ലോ. അപ്പോൾ ആ പോയ സമയത്ത് അവിടെ ആ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നു. എൻ്റെ പരിപാടി കഴിഞ്ഞ് തൊട്ടടുത്ത് ഫക്രുദ്ദീൻ എന്ന് പറഞ്ഞ നമ്മൾ ടി വിയിലൊക്കെ കാണാറുള്ള ആളാണ്. അപ്പോൾ ഞാൻ പുള്ളിയുടെ പ്രസംഗം അവിടെ ഇരുന്ന് കേൾക്കുകയാണ്, ആ ഒരു ചർച്ച. അപ്പോൾ പുള്ളി അവിടെ ഇത് പറയുന്നത് മുഴുവൻ മുസ്ലിം ഐഡൻറ്റിറ്റിയിൽ നിന്നിട്ടാണ്. ഞാൻ അവിടെ ഇരുന്ന് പറയുന്നത് മുഴുവൻ എക്സ് മുസ്ലിം എന്നുള്ള പറയുന്ന ഒരു ഐഡൻറ്റിറ്റിയിലാണ്. പക്ഷേ പുള്ളി പറയുന്നത് ഞാൻ പറയുന്ന ഒരേ കാര്യമാണ്. അതാണ്. അപ്പോൾ എനിക്ക് അയാളോട് അസൂയ തോന്നി, ഉള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പം എന്നെ ഇപ്പോൾ നമ്മളുടെ മറ്റ് ചാനലുകളിലേക്ക് വിളിക്കാൻ പല ആളുകൾക്കും തടസ്സം വരുന്നതിൻ്റെ ഒരു കാരണം എന്താ? എക്സ് മുസ്ലിം എന്ന് പറയുന്ന സാധനം അത് വെച്ചിട്ട് ഒരാൾ വരുന്നു എന്ന് അറിഞ്ഞാൽ വരാൻ ആളുകൾ മടിക്കുന്നു. ഇതാണ് ഒരു കാരണം. അതായത് എതിരെ നിൽക്കുക. ഇപ്പോൾ മുസ്ലിം, അപ്പോൾ ഒരു ചർച്ചയിൽ ഇപ്പോൾ ഞാൻ മാത്രം ഉണ്ടായ പോരല്ലോ, മുസ്ലിം ലീഗിൻ്റെ ആളുകൾ വരില്ല ഒന്ന്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പെട്ടുള്ള പല ആളുകളും വരില്ല ഇവർ വിളിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഈ നമ്മളെ കോൺഗ്രസിൻ്റെ തന്നെ പാർട്ടിയിലുള്ള ആളുകൾ ഇതേപോലെ. എന്നിട്ട് ഇവർ പുറത്ത് വന്നിട്ട് പറയാൻ ഞങ്ങൾ ഭയങ്കര ജനാധിപത്യവാദികളാണെന്നാണ് പറയാം. ഇടയ്ക്ക് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ പൊക്കി കാണിക്കുകയും ചെയ്യും. ഇതാണ് ഇവരുടെ പരിപാടി, ഇവർ ചെയ്യുന്ന പണിയാണ്. അപ്പം നമ്മൾ ചർച്ചയ്ക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്നവരാണ് ഇതേ ആൾ. എന്നാൽ ഇവരുടെ ഏതെങ്കിലും വേദിയിലേക്ക് നമ്മൾ വിളിക്കാതുമില്ല, മീഡിയ വണ്ണിൻ്റെ വേദിയിലേക്ക് അവർ വിളിക്കാതില്ല. അപ്പോൾ ഇവർ നമ്മളെ ക്യാൻസൽ ചെയ്യുകയും ചെയ്യും. ഇവർ നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തുറപ്പം പണി അവർ പിന്നീട് എന്ത് ചെയ്യും. എന്നിട്ട് അവർ പറയാം അവരാണ് ഏറ്റവും വലിയ ജനാധിപത്യവാദികൾ, അവരാണ് ഫ്രീ സ്പീച്ചിന് വേണ്ടി നിൽക്കുന്ന ആളുകളെന്നാണ് പറയുക. അവർ സത്യത്തിലൂടെ നടത്തുന്നത് ഈ പറയുന്ന ശബ്ദങ്ങൾ ഇല്ലാതെയാക്കുക എന്നുള്ള പണിയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും? എനിക്ക് കിട്ടുന്ന വേദികൾ നമ്മൾ ഉപയോഗിക്കും, അത് കൂടുതൽ നമ്മൾ പ്രചാരണത്തിന് നമ്മൾ ഉപയോഗിക്കും. ഇതാണ് ഞാൻ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത്രയൊക്കെ തടഞ്ഞു വെച്ചിട്ടും നമുക്ക് ഇത്രമാത്രം കാര്യങ്ങൾ പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾ നമ്മളെ വിളിക്കാൻ നിർബന്ധിതരാകുന്നൊരു കാലം വരും ഈ ഒരു ഐഡൻറ്റിറ്റി തന്നെ. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. കുറച്ച് വൈകി, ഓക്കെ, സാരമില്ല, നമ്മൾ വൈകാനും എന്താ പറയുക, എന്താണ്, ബെറ്റർ ടു ബി ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്നതാണ് നമ്മളുടെ പോളിസി. അതിനകത്ത് കുറച്ചുകൂടി കാത്തിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ അസൂയ അപ്പോഴും അവിടെ ഉണ്ട്. ഫക്രുദ്ദീനൊക്കെ കണ്ടപ്പോൾ എനിക്കുണ്ടായ അസൂയ അതാണ്. അഹമ്മദ് മാഷോടൊക്കെ നമുക്കുള്ള ഒരു അസൂയ അതാണ്. അഹമ്മദ് മാഷൊക്കെ ആ ഒരു മുസ്ലിം ഐഡൻറ്റിറ്റിയിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. ഷുക്കൂർ വക്കീലിനുണ്ടത്. ഷുക്കൂർ വക്കീലൊക്കെ ഇപ്പോഴും പള്ളിയിൽ പോകുന്ന ആളാണ്. എന്നിട്ടും ആൾ ഇത് പറയുമ്പോൾ ഇത് മതത്തെ വെളുപ്പിക്കാനുള്ള അവസരമാണ് കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കുഴപ്പം. ആ നവീകരണം നടക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ കുഴപ്പങ്ങൾ വിളിച്ച് പറയുക എന്നുള്ളതാണ്. അത് നമ്മൾ പറയുമ്പോൾ നമ്മൾ സംഖ്യ ആയതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാരണങ്ങളൊക്കെ നിങ്ങൾ എഴുന്നള്ളിക്കും. പക്ഷേ അല്ലാതെയുള്ളത് പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇത് കുറച്ചുകൂടി വേഴ്സ് ആവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അടുത്ത പോസ്റ്റിൽ കാണുന്നത്. അതൊന്ന് വായിച്ചേക്കാം അല്ലേ? അത് വായിക്കാം. ഇന്നലെ ദില്ലിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന സ്ഫോടനം അത്യന്തം ഹീനവും മനുഷ്യത്വ വിരുദ്ധവും കൊടും പാതകവുമാണ്. വാർത്താമാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അതൊരു ചാവേർ ആക്രമണം ആണെന്നാണ്. ഇപ്പോൾ മനസ്സിലാവുന്നത് ചാവേർ ആക്രമണം അല്ല എന്നാണ്. കാരണം അത് ബോംബ് മുഴുവനായിട്ടുണ്ടാവുന്നതിന് മുന്നേ പൊട്ടിച്ചത് ആളൊക്കെ അത് തന്നെയാണ്, അതവിടെ ഉണ്ട്. ആധുനിക വിദ്യാഭ്യാസം ലഭിച്ച ശാസ്ത്രബോധവും സാമൂഹിക ബോധവും ഉണ്ടാകേണ്ട ആളുകൾ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് പോലും ചാവേറുകളാകുന്നത്? അവരെ ചാവേറുകളാകുവാൻ പ്രോത്സാഹനം നൽകുന്ന ചിന്താധാരയെപ്പറ്റി രാജ്യം ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്നലെ i20 കാറിൽ 3 പേർ ഉണ്ടായിരുന്നു എന്നാണ് CCTV ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിലൊരാൾ വൈദ്യം പഠിച്ചയാളും ആണെന്നും അങ്ങനെ അങ്ങേയറ്റം മനുഷ്യ സ്നേഹവും നിറയേണ്ട കാരുണ്യം കനിയേണ്ട ഒരു പ്രൊഫഷനാണ് വൈദ്യം. ആ തൊഴിൽ തിരഞ്ഞെടുക്കുന്നത് പോലും മനുഷ്യരിൽ സ്നേഹം ചൊരിയാനാണ്. അവിടെയാണ് മനുഷ്യൻ ചാവേറുകളായി മാറുന്നത്. എന്നിട്ട് നിരപരാധികളായി നിരവധി മനുഷ്യരെ കൊലയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഈ ദുഷ്ടതയ്ക്കും ക്രൂരതയ്ക്കും നാം എന്തു പേരാണ് വിളിക്കുക? ദൈവമേ. 2014 അധികാരത്തിൽ സംഘരാഷ്ട്രീയം രാജ്യത്ത് അധികാരം കൈയാളുവാൻ തുടങ്ങിയത് മുതൽ എത്ര ഭീകര ആക്രമണങ്ങളാണ് അരങ്ങേറുന്നത്? പഹൽഗാമിൽ നമ്മുടെ സഹോദരങ്ങളെ കൊല്ലുവാൻ അതിർത്തി നൊടിഞ്ഞു കയറിയവൻ ആരൊക്കെ? അവരെ പിടിച്ചോ? ഈ ആക്രമണവും രാജ്യത്ത് മതം വൈരം ഉണ്ടാക്കാനുള്ള ടൂൾ മാത്രമായി ഉപയോഗിക്കാതെ രാജ്യത്തൊരു കാലത്തും ഇനി തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടാകുവാൻ കഴിയാത്ത രീതിയിൽ സമഗ്രവും പഴുതടച്ചതുമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യരോട്, അവരുടെ കുടുംബാംഗങ്ങളോട് നിങ്ങളുടെ വേദനയിലും കണ്ണുനീരിലും രാജ്യം നിങ്ങളോടൊപ്പമുണ്ട്. ഭീകരർ ഭീരുക്കളാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇതിൽ 2 പാർട്ടായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. തുടക്കത്തിലുള്ള ഭാഗം നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ബാക്കി അതൊക്കെ പറഞ്ഞു വെക്കുന്നു. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ ബേർഡൻ മുഴുവൻ, ഈ വിഷയത്തിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ട ബേർഡൻ മുഴുവൻ അത് ആർക്കാണ് വെച്ചു കൊടുക്കുന്നത്? അത് മുഴുവൻ സ്റ്റേറ്റിന് വെച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ ഇത് തീർക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കാം.
അങ്ങനെ തീർക്കാൻ പറ്റില്ല എന്ന് നമ്മളോട് ആരാ മുന്നേ പറഞ്ഞിട്ടുള്ളത്? KT ജലീലാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ KT ജലീൽ പറഞ്ഞത്? ഭീകരവാദം പറയുമ്പോഴാണല്ലോ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് നമുക്ക് സ്വർണ്ണക്കള്ളക്കടത്ത് തടയാൻ കഴിയുന്നില്ല, മയക്കുമരുന്ന് കള്ളക്കടത്ത് അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ ഇത് തടയാൻ കഴിയുന്നില്ല എന്ന് ചോദിക്കുകയും എന്നിട്ട് KT ജലീൽ അവിടെ പറഞ്ഞെന്താണ്, ഇതിലെല്ലാം ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്നത്, ഇതിൽ പിടിക്കപ്പെടുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അപ്പം മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ രാവിലെ ജനിച്ചു വീണ് 3 വയസ്സ് 4 വയസ്സ് മുതൽ മദ്രസയിൽ പോയി തുടങ്ങുന്ന ആളുകളാണ്. മറ്റൊരു മതത്തിനും അങ്ങനെ മദ്രസ മതപഠനമൊന്നുമില്ല. അപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ മുതൽ മതപഠനം നടത്തുകയും എന്നിട്ട് ഈ ധാർമ്മികത മുഴുവൻ ഇതേപോലെ അരച്ചു കലക്കി കുടിക്കുന്നു എന്ന് വരുത്തുന്ന ആളുകൾ അവർ തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നു എന്ന് വരുമ്പോൾ ഇതിലെന്തോ കാര്യമായിട്ട് തകരാറുണ്ട് എന്ന് പറഞ്ഞത് KT ജലീലാണ്. അതുമാത്രമല്ല, ഇനി ഇത് പരിഹരിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് KT ജലീൽ പറഞ്ഞത്. അതാണ് അതിൽ ഹൈലൈറ്റ്. KT ജലീൽ പറഞ്ഞത് നമ്മുടെ നിയമം കൂടുതൽ രൂക്ഷമാക്കണം, അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം, അത് കൂടുതൽ വിട്ടുപോയ ഏതെങ്കിലും വകുപ്പുകളുണ്ടെങ്കിൽ അത് ചേർത്ത് പഴുത അടച്ച ഒരു നിയമമാക്കി മാറ്റി. ഇതൊന്നുമല്ല KT ജലീൽ പറഞ്ഞ ഒറ്റ കാര്യമാണ്. KT ജലീൽ പറഞ്ഞത് നമ്മളുടെ ഉസ്താദുമാർ ഇനിയും പണിയെടുക്കണം, മതം കൂടുതൽ പഠിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ ഷുക്കൂർ വക്കീലിനോടും ചോദിക്കുന്നത് അത് തന്നെയാണ്. ഷുക്കൂർ വക്കീൽ ഇതിൻ്റെ കുഴപ്പമൊക്കെ പറയുന്നു, ഇതിൽ ഇന്ന പ്രശ്നമൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇത് തടയാൻ ഈ KT ജലീൽ പറഞ്ഞ മാതൃകയിൽ നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? എന്തുകൊണ്ട് ഇത് മതം, നിങ്ങൾ പറയുന്ന മതം സമാധാന മതമാണെന്നുണ്ടെങ്കിൽ ആ മതം കൊടുത്തിട്ടെങ്കിലും നിങ്ങൾക്കിത് പരിഹരിക്കാൻ പറ്റുമോ ഇല്ലയോ? ഇതെന്തുകൊണ്ട് ഷുക്കൂർ വക്കീൽ പറയുന്നില്ല? അവിടെ ഒരു തിരുത്തുണ്ട്. ഒരു കാര്യം ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് പറയുന്ന വേളയിൽ KT ജലീൽ തന്നെ പറയുന്ന കാര്യമാണ്, മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകൾ ഇതിൽ നിന്നും വിട്ടു നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ്? അവർക്ക് മദ്രസ ഒന്നും ഇല്ലാതെ തന്നെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ സമൂഹത്തിൽ നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നിയമങ്ങളനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രവണത ഉണ്ട്. അതിന് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കണ്ടേ സത്യത്തിൽ? അതിനല്ലേ നമ്മൾ, അതായത് ആ ഒരു സോഷ്യൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യല്ലേ വേണ്ടത്? എന്തുകൊണ്ട് അങ്ങനെ ഒരു കാര്യം? അവിടെയാണ് ഈ പറയുന്ന ന്യായീകരണ ശ്രമങ്ങൾ. വക്കീൽ പോലും നടത്തിയത് ഈ ന്യായീകരണമാണ്. വക്കീൽ പോലും നടത്തുന്നത് ഇത്തരത്തിലുള്ള ഇലക്ഷന് വേണ്ടിയിട്ടാണ്. ഇതിൽ മുഴുവൻ സംഘപരിവാർ പ്രശ്നമാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ സ്വഭാവം മാറിയതോ, ഇതിവിടെ തീവ്രവാദത്തിൻ്റെ രൂപം മാറിയതോ, ഐസിസ് അവരുടെ ലക്ഷ്യം മീൻസ് അതിൻ്റെ മോഡസ് ഓപ്പറൻഡായി മാറ്റിയതോ, ഇതൊന്നും അവിടെ പരാമർശിക്കാതെ ഇതെല്ലാം സ്റ്റേറ്റിൻ്റെ തലയിലേക്ക് ഇട്ടിട്ട് ഒഴിഞ്ഞു മാറുക എന്ന് പറയുമ്പോൾ അതെങ്ങനെ നടക്കുക? ഇവിടെ ഏതെങ്കിലും ഒരു തീവ്രവാദ പ്രവർത്തനത്തിൽ പങ്കെടുത്തു എന്നതിൻ്റെ പേരിൽ ഒരു മഹല്ല് വിലക്ക് നേരിട്ടതിൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന തീവ്രവാദ ആശയവുമായി കണക്ട് ചെയ്തുകൊണ്ട് അതിന് വേണ്ടി നിലകൊണ്ടു, അല്ലെങ്കിൽ അത്തരം ആശയങ്ങളോട് പ്രകടനം കാണിച്ചു, ഒരു അനുഭവം കാണിച്ചു എന്നതിൻ്റെ പേരിൽ മഹല്ല് വിലക്ക് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അജ്മൽ കസബിൻ്റെ മയ്യത്ത് നിസ്കരിച്ചു എന്നതിൻ്റെ പേരിൽ മഹല്ല് വിലക്ക് നേരിട്ട് ഏതെങ്കിലും ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? കാണിക്കാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾ ഇവിടെ കാണും മതം വിട്ടതിൻ്റെ പേരിൽ മഹല്ല് വിലക്ക്, അല്ലെങ്കിൽ ഇവിടെ പെൺകുട്ടികൾ എന്തെങ്കിലും ഒരു തലേന്നൊരു തട്ടം അഴിച്ചു അതിൻ്റെ പേരിൽ പ്രശ്നം, മതം മാറി ഒന്ന് കല്യാണം കഴിച്ചു അതിൻ്റെ പേരിൽ പ്രശ്നം. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റീസ് അത് ഇവിടെ നോക്കണം. അവിടെ നിങ്ങളെപ്പോഴും ഇത്തരത്തിലുള്ള മതത്തിൻ്റെ കൃത്യമായ നിയമങ്ങൾ അത് പാലിക്കുന്ന ആളുകൾ, അത് ജിഹാദികളാകുന്ന അവസ്ഥയിൽ പോലും നിങ്ങൾ അവർക്ക് പരോക്ഷമായിട്ട് പിന്തുണ കൊടുക്കുന്ന ആളുകളായിട്ട് ഈ ഉമ്മത്ത് മാറിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ കാരണം. അപ്പോൾ മതം പഠിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവരെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല. മതത്തിൻ്റെ ആളുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇവരെ റിജക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും കഴിയില്ല. പിന്നെ എന്തിനാ സാധിക്കുക? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്നുള്ളതാണ് എനിക്കിവിടെ ചോദിച്ചു വെക്കാനുള്ളത്. യെസ്, പിങ്ക് പറഞ്ഞു. അതിൽ ഞാൻ പറയാ, KT ജലീൽ കുറച്ചും കൂടി ഇന്റഗ്രിറ്റി ഉണ്ട്. കാരണം അദ്ദേഹം അറ്റ്ലീസ്റ്റ് മതത്തിന്റെ റീസണും കൂടി പറഞ്ഞു. പക്ഷെ ഇദ്ദേഹത്തിന്റെ പോസ്റ്റ് നോക്കൂ, ഇദ്ദേഹം ഏതാണ് ആ ചിന്താധാര എന്റെ ദൈവമേ എന്നാണ് പറയുന്നത്, അല്ലെ? അവിടെ പോലും അതെല്ലാം ഒരു അറ്റ്ലീസ്റ്റ് ഒരു വരിയെങ്കിലും മതത്തിന്റെ ഉള്ള പങ്ക് അദ്ദേഹത്തിന് പറയാനും അദ്ദേഹത്തിന്റെ പേന അങ്ങോട്ട് ചലിക്കുന്നില്ല. എന്നിട്ട് മൊത്തം അങ്ങോട്ട് സ്റ്റേറ്റിനെ ഏൽപ്പിക്കുകയാണ് എന്നാ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതാണ് പറയുന്നത്. അവിടെയാണ് സ്റ്റേറ്റിൻ്റെ ഭാഗത്തുള്ള ഒരു പരാജയം ഞാനും കാണുന്നത്. അത് ഞാൻ അവരോട് നേരിട്ടും പറയുന്ന കാര്യമാണ്. ഈ വിഷയത്തെ ഇസ്ലാമിക തീവ്രവാദമെന്ന് BJP വിളിച്ചോ? ഇല്ലല്ലോ, അവർ പോലും വിളിക്കുന്നില്ല. പിന്നെ എങ്ങനെ ബാക്കിയുള്ള ആളുകൾ വിളിക്കുക? BJP വിളിച്ചാൽ BJP ഏറിപ്പോന്നുള്ളതാണ് അവരുടെ കാരണം പറയുന്നത്. പക്ഷേ ഇത് എത്ര കാലം ഇങ്ങനെ ഭയന്ന് നിൽക്കും? ഇത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ രൂക്ഷമാവുകയല്ലേ ചെയ്യുക? അതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അത്
നമ്മൾ അവിടെ ക്ലിയർ ആയിട്ട് പറയണം, ഇത് തീവ്രവാദികളെയാണ് നമ്മൾ പറയുന്നത്. തീവ്രവാദികളെ പറയുന്നതോട് സാധാരണ മുസ്ലിങ്ങളെ പറയേണ്ട കാര്യമില്ല. തീവ്രവാദികൾ ആരാണ്, എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് മുസ്ലിങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത സ്റ്റേറ്റിനുണ്ടെന്നാണ് ഞാൻ പറയാം. അവിടെയാണ് BJP അല്ലെങ്കിൽ ഏത് തന്നെ ഭരണകൂടമാണെങ്കിലും അവരവിടെ ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഭീകരവാദികളോടൊപ്പം സ്റ്റേജ് പങ്കിട്ടും അവരെ കൂടെ നിർത്തി ഫോട്ടോ എടുത്തുമാണ് സത്യത്തിൽ ഇവിടെ ഉള്ള ചില ആളുകൾ ഇതിനൊക്കെ വലിയ മാതൃക സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ പണ്ട് മൻമോഹൻ സിംഗ് ചെയ്തു എന്ന് പറയുന്നു, ഇപ്പോൾ അതെ നമ്മളുടെ മോദിയും അത് തന്നെയാണ് ചെയ്യുന്നത്. ഈ താലിബാനെയൊക്കെ വിളിച്ച് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നുകൊണ്ട് ഇതേപോലെയുള്ള പണി ചെയ്യുന്നു. ഇതിനോട് നമുക്ക് യോജിപ്പില്ല എന്ന് പറയുന്നതാണ്. അപ്പോൾ അവർക്കൊരു പബ്ലിക് അപ്പിയറൻസ് കൊടുത്ത് അവരെ നമ്മൾ നോർമലൈസ് ചെയ്ത് കൊടുക്കണം. അവരുടെ ഈ റാഡിക്കലൈസേഷനും അവരുടെ പിന്തിരിപ്പൻ ആശയങ്ങൾ, റിഗ്രസീവ് ആശയങ്ങൾക്കും പൊതുവേദികൾ സൃഷ്ടിച്ചു കൊടുക്കുന്നത് തികച്ചും അപലപനീയമായ തെറ്റായ പ്രവണതയാണെന്നാണ് പറയുന്നത്. അതാണ് നമുക്ക് അതിനോടുള്ള വിയോജിപ്പ്. ഒരാളാണ് പറയാം അതില്. പിന്നെ ഇനി നമ്മൾ ഒരു ഫോർ ദ ഇതിന് ഇയാൾ പറഞ്ഞതൊക്കെ സമ്മതിച്ച് സ്റ്റേറ്റ് ആണ് ഇതിൽ കംപ്ലീറ്റ് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതെന്ന് നമ്മൾ സമ്മതിക്കാന്നായിരിക്കാം. പക്ഷെ സ്റ്റേറ്റിന് എപ്പോഴും ഒരു റിയാക്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കാൻ പറ്റുള്ളൂ. അതെ, അവർക്ക് ഇന്റലിജൻസ് കിട്ടുകയാണെങ്കിൽ അവർക്ക് അതിന്റെ മുകളിൽ ആക്ട് ചെയ്യാം. പക്ഷെ പ്രൊആക്റ്റീവ് ആയിട്ടല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ഈ ഐഡിയോളജി റാഡിക്കലൈസ് ചെയ്യുന്നത് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം? എന്തുകൊണ്ടാണ് ഇത് ഐഡിയോളജി വ്യാപിക്കുന്നത്? അവിടെയാണല്ലോ മതം അവിടെ പ്ലേ ചെയ്യുന്നത്. അപ്പൊ അതിൽ സ്റ്റേറ്റിനൊന്നും ചെയ്യാൻ പറ്റൂല റിയലി. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ബാസിൽ ടീംസ് അങ്ങനെയുള്ള മതം പ്രചരിപ്പിക്കുന്നവരാണ് ഇതിനൊരു വിളനില ഒരുക്കുന്നത്. അവിടെയാണ് അത് സ്റ്റോപ്പ് ചെയ്തത്. ദാറ്റ് ഇസ് ദ റൂട്ട് കോസ് അല്ലെ. സ്റ്റേറ്റ് ഇറങ്ങി കളിക്കുന്നില്ല എന്ന് ഇപ്പൊ പറഞ്ഞു. സ്റ്റേറ്റ് ഇറങ്ങി കളിച്ച് താജിക്കിസ്ഥാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ പിന്നെ സ്റ്റേറ്റ് മുസ്ലിം വിരുദ്ധരാവും. മുസ്ലിം വിരുദ്ധരായി എന്ന് പറയും, മുസ്ലിം വേട്ട എന്ന് പറയും. അതാണ് ഉണ്ടാവുക. അപ്പോൾ ഷുക്കൂർ വക്കീൽ അപ്പോൾ ഇതേ വാദത്തിൽ ഉറച്ചു നിൽക്കുമോ? അതാണ് എനിക്കും ചോദിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് പറയും? മുസ്ലിങ്ങളെ വേട്ട, BJP പണ്ടേ ഞങ്ങൾ പറഞ്ഞില്ലേ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്ന് പറയുന്നു. ഇപ്പോൾ എന്താ ഉണ്ടായത്? ഇപ്പോൾ ഈ 9/11 നമ്മളുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ, അതിന് ശേഷമല്ലേ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഈ എയർപോർട്ടിലടക്കം ഇത്രമാത്രം ഈ സെർച്ചും കാര്യങ്ങളൊക്കെ വരുന്ന പോലും. അതിനുപോലും കാരണം വന്നത് എവിടെയാണ്? പല എയർപോർട്ടുകളിലും ഇന്ന് അത് വളരെ ശക്തമായിട്ട് ചെയ്യുന്നു. എന്താ അതിൻ്റെ കാരണം? അമേരിക്കയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ആ പ്രശ്നം എന്താണ്? ഷാറുഖ് ഖാൻ നേരിട്ടു എന്ന് പറയുന്നു, അബ്ദുൽ കലാം നേരിട്ടു എന്ന് പറയുന്നു. മുസ്ലിമായുള്ള അവസ്ഥയാണ് ഈ പറയുന്നത്. അപ്പോൾ ഒരു കണക്കിന് നോക്കുമ്പോൾ അങ്ങനെ ഒരു സാധനം ചെയ്തതിൻ്റെ പേരിൽ മുസ്ലിങ്ങളെ മുഴുവൻ തീവ്രവാദികളാണോ എന്ന് സംശയിക്കുന്നു എന്ന പരാതി. ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു മനസ്സിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ എൻ്റെയൊക്കെ ഒരു സമാധാനം എന്താ, ഇവരെല്ലാവരും ചെക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് തീവ്രവാദി ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലയെന്ന് അവർ ഉറപ്പാക്കിയിട്ടുണ്ട്. ആ ധൈര്യത്തിലാണ് നമ്മളൊക്കെ ഇരുന്ന് പോകണം. ഉള്ള കാര്യം പറയാലോ, ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്കിത് അറിയുന്നതുകൊണ്ട്, ഈ തീവ്രവാദികൾ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് അറിയുന്നതുകൊണ്ട് നമുക്ക് സമാധാനമാണ്. അവരവിടെ ചെക്ക് ചെയ്തിട്ട് കയറ്റിയതുകൊണ്ട് നമുക്കൊരു ചെറിയ ആശയം, എന്നിട്ട് പോലും അതിനകത്ത് പെടുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഷുക്കൂർ വക്കീലിനോട് എനിക്ക് ചോദിക്കാനുള്ള ആ അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. അതായത് നിങ്ങളിതിൽ പറഞ്ഞു ഈ ആക്രമണവും രാജ്യത്ത് മതവൈര്യം ഉണ്ടാക്കാനുള്ള ടൂൾ മാത്രമായി ഉപയോഗിക്കാതെ രാജ്യത്ത് ഒരു കാലത്തും ഇനി തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടാകുവാൻ കഴിയാത്ത രീതിയിൽ സമഗ്രവും പഴുതടച്ചതുമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ, ആ അന്വേഷണം നടത്തി ഇതിൻ്റെ പിന്നിലുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, പ്രൊആക്റ്റീവായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കേണ്ടി വരുമ്പോൾ, അവിടെ ഈ തരത്തിലുള്ള മുസ്ലിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് 2 തവണ ചെക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ നിങ്ങൾ അന്ന് അത് മുസ്ലിം വേട്ട എന്ന് പറയില്ലേ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ അത് രണ്ടും കൂടി നടക്കില്ല. ഈ എന്താ പറയുക, കക്ഷത്തിലുള്ളത് വീഴാനും പാടില്ല, ഉത്തരത്തിലുള്ളത് എടുക്കുകയും വേണം, അത് നടക്കില്ല. ഓടക്കുഴൽ ഊതുകയും വേണം, തവിട് തിന്നുകയും വേണം, അത് നടക്കില്ല. ഏതെങ്കിലും ഒന്നേ നടക്കുകയുള്ളൂ. ഇതാണ് ഞാൻ പറയുന്നത്. പക്ഷേ താജിക്കിസ്ഥാൻ ചെയ്ത സാധനം ഇവിടെ നടപ്പിലാക്കേണ്ട ഒരവസ്ഥ വരാതെ നോക്കേണ്ടത് സാധാരണ മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. ഇതാണ് ഞാൻ പറയുന്നത്. താജിക്കിസ്ഥാൻ ആയതുകൊണ്ട് മാത്രമാണ് UN ഇടപെടാത്തത്. താടി വെക്കാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിയേ. പള്ളികൾ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ആശയങ്ങൾ പങ്കുവച്ചു എന്നതിൻ്റെ പേരിൽ കിർഗിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പള്ളികൾ പൊളിക്കുകയാണ് JCB കൊണ്ടുവന്ന്. ഈ JCB കൊണ്ട് പള്ളികൾ ഇവിടെ നമ്മളുടെ ആസാമിൽ പൊളിക്കുമ്പോൾ ഇവിടെ മുസ്ലിം വേട്ട എന്നാണ് പറയുന്നത്. ഇതേ പണിയാണ് കിർഗിസ്ഥാനിൽ അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ അത് പറയാൻ പറ്റാത്തത്? കാരണം എന്താ, മുസ്ലിങ്ങളുടെ പള്ളി പൊളിച്ചാൽ അത് കുഴപ്പമില്ലല്ലോ. ഇതല്ലേ നിങ്ങളുടെ ന്യായം. അപ്പോൾ പ്രൊആക്റ്റീവായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കണം എന്ന് നിങ്ങൾ പറയുമ്പോൾ, അത് എടുക്കുന്ന സമയത്ത് പിന്നെ മുസ്ലിം വേട്ട എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കരുത് എന്നാണ് എനിക്ക് പറയുന്നത്. ഇത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ചെയ്യാനുള്ള ഒരു മിടുക്ക് അത് ഇവിടുത്തെ ഈ സംവിധാനങ്ങൾക്കും ഇല്ല. അതാണ് ഞാൻ പറയുന്ന കാര്യം. നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയും, ഇത് തീവ്രവാദ ഇന്നതാണ് അവിടുത്തെ കാര്യം. അതിൻ്റെ ഫുട്ടേജസ് പുറത്ത് ഇസ്രായേൽ ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിക്കേണ്ട അവിടെയാണ്. അവർ ഒരു സാധനം ചെയ്യുമ്പോൾ അവർ അതിൻ്റെ ഫുട്ടേജസ് വിടുന്നു. അതിൻ്റെ ഡ്രോൺ ഫുട്ടേജ് എല്ലായിടത്തും ക്യാമറയാണ്. ക്യാമറ വെച്ചിട്ട് സാധനം വിടുക, ഇതാണ് കാര്യം, ഇതുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. അതിലും അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യും. ഇതാണ് സംഭവിക്കുക. അതല്ലാതെ അവിടെ കിടന്ന് മെഴുകുന്ന ഒരു അവസ്ഥയില്ല. ആ രീതിയിലെ കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുവന്ന് പ്രൂഫോട് കൂടി ആളുകളുടെ മുന്നിൽ അത് ബോധിപ്പിക്കുന്ന രീതിയിൽ കൊണ്ടുവരിക. ഈ മറയില്ലാതെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക എന്ന് വെച്ചാൽ, ഇവിടെ
ആളുകൾക്ക് ഇത് മനസ്സിലാകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് കൊണ്ടെത്തിക്കുക, അതിനുള്ള ഡോക്യുമെൻറ്റ്സ് ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അവിടെയാണ് ഈ പറയുന്ന ആളുകൾക്ക് ഒരു ധാരണ വേണ്ടതെന്നാണ് പറയാം. ഇനി അടുത്തതാണ് ഞാൻ ലാസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നത്, അത് ഇവിടെ ഷെയർ ചെയ്തൊരു സാധനമാണ്. എന്താണ് എസ് വാഗബോണ്ട് എന്ന് പറയുന്ന ആളെ എനിക്ക് പരിചയമൊന്നുമില്ല, പക്ഷേ ഒരു സാധനമുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ എഴുതിയത് ഇത്രയേ ഉള്ളൂ: ബോധമുള്ളവർ പ്രതികരിച്ചു തുടങ്ങി, കോയമാർ നന്നായി ഓവറാക്കി ചളമാക്കി, ഇനി നിങ്ങൾ സംഘിച്ചാപ്പ വിതറി മരിക്കും. ഇത് കൊള്ളാം, ഈ പോസ്റ്റ് കൊള്ളാം. ബോധമുള്ളവർ ഇനി ഒന്നിക്കേണ്ട സമയമാണിത്, മനുഷ്യരുടെ ജീവനാണ് വലുത്, സ്വർഗവും ഹൂറിയുമല്ല, മുസ്ലിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നല്ലത് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ എഴുതിയത് നമുക്കൊന്ന് വായിക്കാം അല്ലേ. അപ്പോൾ ആൾ എഴുതുന്നത് ഇങ്ങനെയാണ്: ഉറങ്ങുന്നവരെ ഉണർത്താം, പക്ഷേ ഉറക്കം നടിക്കുന്നവരെ ഒരു രക്ഷയുമില്ല. സുല്ല്. ഞാനൊരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. മരിയാപുരം, യേശുവിൻ്റെ അമ്മ മരിയയുടെ പട്ടണം എന്നാണ് എൻ്റെ ജന്മസ്ഥലത്തിൻ്റെ പേര്. അവിടുത്തെ സെൻറ്റ് മേരീസ് സ്കൂളിലാണ് 1 മുതൽ 10 വരെ ഞാൻ പഠിച്ചത്. പിന്നീട് പഠിച്ച പാവനാത്മ കോളേജും നഴ്സിംഗ് പഠിച്ചപ്പോൾ അവിടെയും കത്തോലിക്കരുടെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിലായിരുന്നു. അന്യമതസ്ഥരെ നമ്മുടെ മതത്തിലേക്ക് ആകർഷിച്ച് ഒരു മതം മാറ്റം ഒന്നും ക്രിസ്ത്യൻ സഭകളിൽ അന്ന് കേട്ടുകേൾവി പോലുമില്ല. അന്നത്തെ സ്കൂളുകളിൽ പഠിച്ചിരുന്നത് ഭാരതത്തിൻ്റെ മഹത്തായ ഹിന്ദു സംസ്കാരത്തെക്കുറിച്ചാണ്. ഭാരതമാതാവ്, ഭാരതാംബ, ഈ വാക്കുകൾ സ്വന്തം അമ്മയെ ഓർമ്മിപ്പിച്ച, രാജ്യം ഒരമ്മ ആയിരിക്കെ ഓർമ്മപ്പെടുത്തിയ, രാഷ്ട്രസ്നേഹം ഉണ്ടാകാൻ അനുവദിച്ച ഘടകങ്ങളാണ്. ഓഗസ്റ്റ് 15 ആഘോഷങ്ങൾ, അമ്പലത്തിലെ ഉത്സവങ്ങൾ, ശബരിമല കെട്ടുനിറ, അതിനുള്ള ഒരുക്കങ്ങൾ, അവർ പോയി വരുമ്പോൾ കിട്ടുന്ന അരവണ പായസം, അവലും മലരും, അതിൻ്റെ ഒരു മണവുമുണ്ട്, കൊതിപ്പിക്കുന്ന ഒരു ഭക്തി കലർന്ന മണം. ഒക്കെ കഴിച്ചു വളർന്ന, വിശേഷ അവസരങ്ങളിൽ ഹിന്ദു അയൽവക്കത്തെ പായസം കുടിച്ചിരുന്ന, ഹിന്ദു പുരാണ കഥകൾ വായിച്ചിരുന്ന, അന്നത്തെ TV ഷോകൾ മുടങ്ങാതെ കണ്ടിരുന്ന, കൂടെ പഠിച്ചിരുന്ന ഹിന്ദു മുസ്ലിം കൂട്ടുകാരെ അവരുടെ ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ അല്ലാതെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരുടെ കൂട്ടത്തിൽ കൂട്ടിയ, കാഫിർ എന്ന പേര് പോലും കേൾക്കാത്ത ഒരു സമയത്ത് ജനിച്ച് വളരാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഭാരതം ഒരു ഹിന്ദു രാജ്യമാണ്. ഹിന്ദു എന്നത് ഒരു മതമല്ല, ഒരു ജീവിത ശൈലിയാണ് എന്നാണ് പറയാറ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു ജീവിതശൈലിയാണ് ഹിന്ദുയിസം, അതുപോലെ തന്നെ ബുദ്ധിസവും. ഇതൊക്കെ ഒരു ഐഡിയോളജിയാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇത്തരം ഐഡിയോളജികൾ പിന്തുടരുന്ന ഹിന്ദുവിനും ക്രിസ്തുവിനും ജൂതനും ബുദ്ധിസ്റ്റിനും ജൈനനും സിഖുകാരനും ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഇസ്ലാം ഐഡിയോളജി പിന്തുടരുന്നവർക്കുള്ളത്? നിങ്ങൾ ഈ ലോകത്തിലേക്ക് ഒന്ന് കണ്ണു തുറന്നു വെക്കൂ. ഏറ്റവും കൂടുതൽ മുസ്ലിം ജനതയുള്ള രാജ്യങ്ങളിൽ പോലും ആ മതത്തിൻ്റെ പേരിൽ വ്യത്യസ്തമായ ആശയങ്ങളുള്ള ഷിയ സുന്നി വിഭാഗങ്ങൾ തമ്മിലടിച്ച് അനേകം ലക്ഷം സ്ത്രീകളും കുഞ്ഞുങ്ങളും കൊല്ലപ്പെടുന്നുണ്ട്. നൈജീരിയ, സിറിയ, അഫ്ഗാൻ, പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, സൊമാലിയ, മാലി, ഈജിപ്ത്, ഫിലിപ്പീൻസ്, പിന്നെ എന്നുമുള്ള കൂട്ടക്കരച്ചിലിനും ലോക സിമ്പതിക്കും വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന പാലസ്തീനും. സമാധാന മതക്കാർക്ക് മാത്രമാണ് ഈ രാജ്യങ്ങളിൽ സമാധാനമില്ലാത്തതും അവർ മറ്റു മനുഷ്യർക്ക് സമാധാനം കൊടുക്കാത്തതും. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇന്ന് ഇസ്ലാം എന്ന മതഭ്രാന്ത് യൂറോപ്യൻ രാജ്യങ്ങളുടെ പോലും മനസമാധാനം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ആളുകൾ നിരത്തിലിറങ്ങി സ്വന്തം രാജ്യം വിട്ടുകിട്ടാൻ വേണ്ടി സമരം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസത്തെ ഡൽഹി ജിഹാദി ആക്രമണം, പാലസ്തീനു വേണ്ടി അഭിനയ കലകളിൽ ഓസ്കർ നേടിയ കേരളത്തിലെ പല ഇസ്ലാമിക തീവ്രവാദികളും സ്വന്തം രാജ്യത്തെ 13 മനുഷ്യരെ, ജനങ്ങളെ ചാവേർ ആക്രമണം നടത്തി ജിഹാദികൾ നിഷ്ഠൂരം കൊന്നു തള്ളിയപ്പോൾ പാലസ്തീൻ കരച്ചിലുകാരുടെ വായിൽ പഴം തള്ളി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അരിയാഹാരം കഴിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാകും നിങ്ങളുടെ ഇരട്ടത്താപ്പുകൾ, നിങ്ങളുടെ ഉള്ളിലിരുപ്പ്, നിങ്ങളുടെ മതവെറി, നിങ്ങളുടെ മനസ്സിലെ തീവ്ര ആഗ്രഹങ്ങൾ. ഇതുവരെ ഞാനൊരു BJP അനുഭാവി അല്ലായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ, സോഷ്യലിസ്റ്റ് ഭരണങ്ങളെ നെഞ്ചിലേറ്റിയ ഒരു മനുഷ്യനാണ്. ദീർഘകാലം ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസ് എന്ന ഉടനെ നാമാവശേഷമാകുന്ന പാർട്ടി ഇന്ന് പാകിസ്ഥാന് കുഴൽ വിളിക്കുന്നത് കാണുമ്പോൾ അത്ഭുതമൊന്നും തോന്നുന്നില്ല. ചോറിവിടെയും കൂറ് പാകിസ്ഥാനിലുമായ കേരളത്തിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളോടാണ്, കോൺഗ്രസ്സുകാരോടാണ് നിങ്ങളുടെ സ്വപ്നം ഒരിക്കൽ ഇന്ത്യയിൽ പൂവിടാൻ പോകുന്നില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഇന്ത്യയിൽ, ഈ കൊച്ചു കേരളത്തിൽ ഇങ്ങനെ ചത്തു ജീവിക്കുന്നത്? പാകിസ്ഥാനിലേക്ക് പോയിക്കൂടെ? അവിടെ തേനും പാലും മദ്യപ്പുഴയും ഹൂറിമാരും ഒക്കെ ആയി അങ്ങ് കൂടരുതോ? അവിടെ മോദിജിയോ യോഗിജിയോ അമിത് ഷാജിയോ ഇല്ലല്ലോ. അങ്ങോട്ട് പോകൂ പ്ലീസ്, ഇവിടുന്ന് ഒന്ന് ഒഴിഞ്ഞു താ. ആദ്യമായിട്ടാണ് എനിക്ക് നമ്മുടെ ഇന്ത്യ ഈ BJP ഭരിക്കുന്നതിൽ, കേരളത്തിലും അവരുടെ വേരുകൾ പടരുന്നതിൽ സന്തോഷം തോന്നുന്നത്. അവർ ഭരണത്തിലിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് മറ്റൊരു പാകിസ്ഥാനോ ഇറാനോ സിറിയയോ ആയി മാറാത്തത് എന്ന് ഇത് വായിക്കുന്ന 100% ആളുകൾക്കും അറിയാം. സ്വന്തം മതം തലയ്ക്ക് പിടിക്കാത്ത, തീവ്രവാദികളല്ലാത്ത മുസ്ലിം സുഹൃത്തുക്കൾ എന്നോട് ക്ഷമിക്കുക. ഇന്ന് അനേകം ആളുകൾ രാഷ്ട്രീയത്തിലും സമൂഹത്തിലും ഇസ്ലാമോഫോബിയ പടർത്തുന്നു എന്ന് പറഞ്ഞ് ആക്രമണം നേരിടേണ്ടി വരുന്നതിനാൽ അവരെ ഒറ്റപ്പെടുത്തും, ആക്രമിക്കുമെന്ന് പേടിച്ചിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നവരാണ്. പക്ഷേ ഇതുപോലെ
നമ്മുടെ സ്വന്തം പൂരയ്ക്ക് കീഴിൽ ബോംബ് പൊട്ടിക്കുമ്പോൾ ആളുകൾ ഇനി പ്രതികരിച്ചു തുടങ്ങും. ഇത്രയും അനീതി നടന്നിട്ട് ഒന്നും മിണ്ടാതെ ഞമ്മൻ്റെ ആളുകൾ നല്ലവരാണ് എന്നും തള്ളിമറിച്ചിരുന്നാൽ, അവരെ ഒളിഞ്ഞും തെളിഞ്ഞും സപ്പോർട്ട് ചെയ്താൽ ഇന്ത്യയും ഒരു ചൈനയാകേണ്ടി വരും. സ്വന്തം രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന നിങ്ങൾക്ക് ഇന്ത്യൻ ജനത ഒരിക്കലും മാപ്പ് തരില്ല. ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തതുകൊണ്ട് ഇന്നൊരു ലോഡ് അൺഫ്രണ്ടിങ് ഉണ്ടാകും, അറിയാം. അതിനും കൂടി വേണ്ടിയാണ് ഈ പോസ്റ്റ്. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായതിലാകുന്നതിൽ അതിൻ്റെ യൂണിറ്റിയിൽ ഞാൻ അഭിമാനിക്കുന്നു. ജയ് ഹിന്ദ് എന്ന് പറഞ്ഞാണ് ആൾ നിർത്തുന്നത്. ഈ പറയുന്ന പോസ്റ്റ് BJP ഭരിക്കുന്നതുകൊണ്ടാണ് ഇന്ത്യ എങ്ങനെ ഇരിക്കുന്നത് എന്ന ഇത് മൊത്തം വായിച്ചാൽ അതിൻ്റെ ഒരു എന്താ പറയുക, ആറ്റിക്കുറുക്കിയെടുത്താൽ പിഴിഞ്ഞെടുത്താൽ കിട്ടുന്ന സാധനമാണ്. പറഞ്ഞു വരുന്നത് അതിലേക്കാണ്. ആ ദേശസ്നേഹവും അതുപോലുള്ള കാര്യത്തിലേക്കാണ് കറങ്ങി തിരിഞ്ഞു വരുന്നത്. പിന്നെ അകത്തു നിന്നും ഇതുപോലുള്ള പണി ഒപ്പിക്കുമ്പോൾ അതിനകത്ത് പരോക്ഷമായിട്ട് അതിന് സപ്പോർട്ട് കൊടുക്കുന്ന ആ ഇരട്ടത്താപ്പും കൂടി കാണുമ്പോൾ ആരായാലും പറഞ്ഞു പോകുന്ന സാധനത്തിൻ്റെ ഒരു ആകത്തുക അതാണ് ഇവിടെ കണ്ടത്. അത് ശരിയോ തെറ്റോ ആയിക്കോട്ടെ, പക്ഷേ ഈ രീതിയിലേക്ക് ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതിൽ വഴിവെക്കുന്നത് ആരാണ്? ഇതാണ് എൻ്റെ ചോദ്യം. അത് പറയേണ്ട സമയത്ത് പറയാതെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഇതുമാതിരി ഞാണിന്മേൽ കളി നടത്തി ഡിനൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ കൂടുതൽ സ്ട്രോങ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്, അല്ലെ? യെസ്. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം സംഖ്യ വളരരുത്, BJP ബീഹാർ ഇലക്ഷനിൽ തോൽക്കണം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി അഥവാ BJPക്കാർ ഇതേപോലെ ആളുകളെ ഇറക്കി പൊട്ടിച്ചാൽ പോലും നിങ്ങൾ ആ തീവ്രവാദികളെ നിങ്ങൾ തള്ളിപ്പറയാൻ തയ്യാറാവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് ചെയ്താൽ മതി. അപ്പോൾ BJPക്ക് ഇവിടെ റോൾ ഉണ്ടാവില്ല. BJPക്ക് പിന്നെ അങ്ങനെ പൊട്ടിച്ചിട്ടും കാര്യമില്ല, നമ്മൾ പൊട്ടും എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർ പൊട്ടിക്കുമോ? അപ്പോൾ ഇങ്ങനെ പൊട്ടിച്ചാൽ BJP ജയിക്കും എന്ന് നിങ്ങൾക്ക് BJPക്ക് മനസ്സിലായതുകൊണ്ടാവണമല്ലോ അവരിടയ്ക്കിടയ്ക്ക് പൊട്ടിക്കണത്. അപ്പോൾ നിങ്ങൾ അത് പൊട്ടിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജയിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പൊട്ടിച്ചാലും നിങ്ങൾ തീവ്രവാദികളെ നിങ്ങൾ ഉന്നം വെക്കുക, അത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ BJP ജയിക്കില്ല. അതല്ലേ നിങ്ങൾ നോക്കണ്ടേ? അതുപോലെ നിങ്ങൾ ചെയ്യുന്നില്ല. അപ്പം ഇതൊന്നും അങ്ങോട്ട് കണക്കുകളൊന്നും ഒക്കുന്നില്ലല്ലോ ഗോവിന്ദ എന്ന് പറയുന്നതാണ്. നിങ്ങൾ പറയുന്നത് BJP ജയിക്കാനാണെന്ന്, എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? നിങ്ങൾ വീണ്ടും BJPക്ക് പൊട്ടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. ഇതാണ് ഈ പ്രശ്നം. അപ്പോൾ സത്യത്തിൽ നിങ്ങൾ BJP വളർത്തുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ സ്വയം തിരിച്ചറിയാൻ ശ്രമിക്കുക. അതല്ലാതെ ഇനി മാത്രമല്ല, ഇവിടെ BJPയുടെ കാര്യമൊക്കെ വിടുക, നിങ്ങളുടെ ഇരട്ടത്താപ്പ് ഇവിടെ വ്യക്തമാണ്. അതായത് ഈ മതം എന്ന് പറയുന്നത് സമാധാന മതമാണെന്ന് നിങ്ങളൊരു വശത്ത് പറയും, എന്നാൽ ഈ മതമുള്ള ഒരു സ്ഥലത്ത് പോലും സമാധാനം ഇല്ല എന്നും കാണുമ്പോൾ ഈ മതം എന്ന് പറയുന്നത്, ഈ സമാധാന മതം എന്ന് പേരിട്ട് വിളിക്കുന്നത് അതൊരു ഭൂലോക തട്ടിപ്പാണ് എന്താണ് സുഖപ്രസവത്തിലെ സുഖം പോലെയാണ് ഈ സമാധാന മതത്തിലെ സമാധാനം എന്ന് പറയുന്ന സാധനം ഇവിടെ അച്ചട്ടാവുന്നത്. അങ്ങനെയാണ്, ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒന്നത്. രണ്ട്, നിങ്ങൾ ഈ പറയുന്ന സാധനം ഇതുപോലെയുള്ള ഒരു മാനവിക സ്നേഹവും അതുപോലെയുള്ള സംഗതികളും ഇത് നിങ്ങൾക്കുണ്ട് എന്ന് പറയും, എന്നിട്ട് നിങ്ങൾ ഈ സ്വന്തം നാട്ടിലെ ജനങ്ങളെ കൊല്ലാൻ വേണ്ടി കൂടെ നിൽക്കുന്ന ആളുകളോടൊപ്പം ചേരുകയും ചെയ്യുമ്പോൾ, അവരെ ന്യായീകരിക്കുകയും കൂടി ചെയ്യുമ്പോൾ, അത് വീണ്ടും നിങ്ങൾക്ക് ഉള്ളത് മാനവികതയൊന്നുമല്ല, നിങ്ങൾക്കുള്ളത് ഉമ്മത്ത് സ്നേഹം മാത്രമാണ് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. ഇത് അംബേദ്കർ പണ്ട് പറഞ്ഞ കാര്യമാണ്. അതായത് ദ ബ്രദർഹുഡ് ഇൻ ഇസ്ലാം ഈസ് നോട്ട് യൂണിവേഴ്സൽ ബ്രദർഹുഡ്, ഇറ്റ്സ് ക്ലോസ് കോർപ്പറേഷൻ. എന്ന് വെച്ചാൽ അതിനകത്ത് ഉമ്മത്ത് എന്ന് പറയുന്ന സാധനം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് മുസ്ലിമിനോടുള്ള സ്നേഹം, ആ ഒരു ബ്രദർഹുഡ് മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാ ആളുകളും സഹോദരന്മാരാണ് എന്നുള്ള ചിന്തയൊന്നും ഇസ്ലാമിനില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞത് അംബേദ്കറാണ്. അത് ഇന്നാണ് അദ്ദേഹം പറഞ്ഞെന്നുണ്ടെങ്കിൽ ഇന്ന് സംഖ്യയാവും ഈ അംബേദ്കറും. ഭാഗ്യത്തിന് എനിക്ക് ഈ അംബേദ്കറോടൊക്കെ ഉള്ളൊരു അസൂയ അതാണ്. ഈ സംഖ്യച്ചാപ്പ കിട്ടാതെ ഇതൊക്കെ പറയാൻ സാധിച്ചല്ലോ എന്നുള്ളത് അംബേദ്കർ പറഞ്ഞതന്നെ നമ്മൾ പറയുന്നത്. ഇതാണ് ഇവിടുത്തെ കഥ. അപ്പോൾ ഇനിയെങ്കിലും മുസ്ലിങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. ഈ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ ഇവരും ഇനിയിപ്പോൾ സംഖ്യയാവും. ഇത്ര നാൾ അവർ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു, ഒരു ക്രിസ്ത്യാനിയായിരുന്നു, ക്രിസംഖ്യയായി മാറും. ഈ പോസ്റ്റ് ഇട്ടതോടുകൂടി അവർ ക്രിസംഖ്യയാവും. ഇതാണ് ഉണ്ടാവുക. ഇത് ആർക്കും പറയാൻ പറ്റുന്ന കാര്യമാണ്, പറഞ്ഞു പോകുന്ന കാര്യമാണ് ഈ ഇരട്ടത്താപ്പും ഈ തരത്തിലുള്ള പോക്കിരിത്തരം കാണുമ്പോൾ. പക്ഷേ പറഞ്ഞാൽ സംഖ്യച്ചാപ്പ അടച്ച് ഒതുക്കാമെന്നുള്ളതായിരുന്നു ഇത്ര നാൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഇത് ചിലവാവില്ല. നിങ്ങൾ സംഖ്യച്ചാപ്പിട്ട് മരിക്കുമെന്ന് ഞാൻ പറഞ്ഞതാണ്. അതാണ് ഉണ്ടാവുമാണ്. ഇത് നമ്മളവിടെ എഴുതിയതാണ്. അതായത് ഇനി നിങ്ങൾ സംഖ്യച്ചാപ്പ വെതറി മരിക്കും. കാരണം നിങ്ങൾ ഇടത്തോട്ട് തിരിഞ്ഞാലും സംഖ്യ, വലത്തോട്ട് തിരിഞ്ഞാലും സംഖ്യ കാണും, നിങ്ങൾ ആകാശത്ത് നോക്കിയാലും സംഖ്യ കാണും, താഴോട്ട് നോക്കിയാലും സംഖ്യ, എവിടെ നോക്കിയാലും ഇനി നിങ്ങൾക്ക് സംഖ്യകളല്ലാതെ ഒരാളെയും കാണാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ആരാണ്? നിങ്ങൾ തന്നെയാണെന്നുള്ളതാണ് ഈ പറഞ്ഞു വെക്കുന്നത്. സോ അത് ഇനിയെങ്കിലും തിരിച്ചറിയുക. അതാണ് ഈ പേപ്പട്ടി മതത്വം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ പേപ്പട്ടി മതം ഇതുപോലെ ഒരു വലിയ പ്രശ്നമായിട്ട് മാറുന്നത് അവിടെയാണ് എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അല്ല, ഞാൻ ജസ്റ്റ് പറയാ, ഈ ലെഫ്റ്റുകളൊക്കെ BJPനെ കോപ്പി അടിക്കാൻ വേണ്ടി മൃദു ഹിന്ദുത്വ, അയ്യപ്പ മഹോത്സവം, ഇതൊക്കെയാണല്ലോ കോമഡി ഐറ്റം. അതൊക്കെ ചെയ്യുന്ന നേരം കൊണ്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ തള്ളിപ്പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് നിങ്ങളെ പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന ഹിന്ദുക്കളെ തടയാൻ പറ്റും. അത് സിമ്പിളാണ് അത് ചെയ്യാൻ വേണ്ടിട്ട്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക.
മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.